Okay. ഇനിയും നെൽസൺ സ്ക്രീൻ ഷെയർ എനക്കൊന്നുണ്ടോ നോക്കി. ദാറ്റ് ഈസ് ദ നെക്സ്റ്റ് തിങ് ടു ഫൈൻഡ് ഔട്ട്. Share screen share. Yeah. Okay. Page. Okay. ഓക്കെ. അതുകൊണ്ടല്ലോ അച്ഛൻ. ഇന്ന് എനിക്ക് ഒരു 7 മിനിറ്റ് എക്സ്ട്രാ തരണേ എല്ലാവരും. എന്റെ 7 മിനിറ്റ് ഇപ്പോൾ പോയി. ഓക്കെ അച്ഛൻ. ശരി ശരി. നമുക്ക് ഇനി തിരിച്ചു വരാം. നമ്മളിപ്പം പിതാവിന്റെ സ്നേഹത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. സോ പിതാവിന്റെ സ്നേഹം അറിയണമെങ്കിൽ നമ്മൾ ഒരു പിതാവിന്റെ സ്നേഹം സ്വന്തമായിട്ട് അറിയണം, അല്ലെ ഒരു പിതാവായിട്ട് സ്നേഹിക്കണം. അപ്പോൾ ദൈവത്തിന്റെ സ്നേഹവും അതുപോലെ തന്നെയാണ്. ദൈവത്തെ നമ്മൾ പിതാവായി അറിയണം. അങ്ങനെ അറിഞ്ഞാൽ മാത്രമേ പിതാവാകുന്ന ദൈവത്തെ നമുക്ക് തിരിച്ചറിയാൻ ഒക്കുള്ളൂ. അപ്പൊ അതുകൊണ്ട് എങ്ങനെ നമ്മൾ പിതാവായ ദൈവത്തെ നമ്മൾ അറിയുന്നു? പിതാവായ ദൈവത്തെ അറിയാനായിട്ട് നമ്മുടെ പഞ്ച ഇന്ദ്രിയങ്ങൾ കൊണ്ട് നമുക്കറിയാം. കണ്ണ്, ചെവി, മൂക്ക്, നാക്ക്, ത്വക്ക് എന്നിങ്ങനെയൊക്കെയുള്ള പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് നമുക്ക് നമ്മുടെ പിതാവിനെ അറിയാം. 2, പിതാവ് നമ്മളെ സ്നേഹിക്കുന്ന സ്നേഹത്തിൻ്റെതായ പല ഭാഷകളും ഉണ്ട്. ഉദാഹരണത്തിന് എൻ്റെ പിതാവ് എന്നെ ഒന്ന് കെട്ടിപ്പിടിക്കുമ്പോൾ എൻ്റെ പിതാവിന് എന്നോട് സ്നേഹമുണ്ടെന്ന് ഞാൻ അറിയുന്നു. എൻ്റെ പിതാവിനെ സ്നേഹത്തോടെ കരുണയോടെ നോക്കുമ്പോൾ ഞാനൊരു കുരുത്തക്കേട് കാണിച്ചിട്ട് തിരിച്ച് വീട്ടിൽ വന്നപ്പം എന്നോട് സാരമില്ലടാ, അടുത്ത പ്രാവശ്യം നീ നന്നായാൽ മതി എന്ന് പറഞ്ഞ് എന്നെ കരുതലോടെ കരുണയോടെ കാത്തപ്പോൾ എനിക്കുണ്ടായ സ്നേഹം. ആ ഒരു സ്നേഹം, പിതാവിന്റെ സ്നേഹം വേറെ ഒരാളുടെ എനിക്ക് കിട്ടത്തില്ല എന്നുള്ളത് കൊണ്ട് എൻ്റെ പിതാവ് ഞാൻ, അങ്ങനെയുള്ള ഒരു ബന്ധം. ആ ബന്ധത്തിൽ നിന്നാണ് ഞാൻ ദൈവത്തെ തിരിച്ചറിയാനായി ശ്രമിക്കുന്നത്. അപ്പൊ ഇത് നമുക്ക് ഈ പറഞ്ഞ പോലെ നമുക്ക് അളന്നറിയാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ അങ്ങനെയാണ് നമ്മൾ കുർബാനയുടെ ഇടയ്ക്കും ദൈവത്തെ അറിയാൻ ശ്രമിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇന്ദ്രിയങ്ങൾ മുഖേന നമ്മൾ ദൈവത്തെ അറിയാൻ ശ്രമിക്കുന്നു, അറിയുന്നു. അപ്പൊ അവിടെയാണ് ഈ മനുഷ്യന്റെ ബുദ്ധി വികസിക്കുന്നതിനപ്പുറത്തായിട്ട് മറഞ്ഞിരിക്കുന്ന ദൈവീക രഹസ്യങ്ങളെ കുറിച്ച് അറിയാൻ നമുക്ക് സാധിക്കുന്നത്. നമുക്കറിയാലോ, ഈ സ്പേസ് സ്റ്റേഷനിൽ ജീവിക്കുന്ന ഒരാൾക്ക് ലോകത്തെ നോക്കുന്ന ഉടനെ ഭൂമി വളരെ ഭംഗിയുള്ള നീല നിറത്തിൽ കാണുന്ന, ഞാൻ പോയിട്ടില്ല കേട്ടോ, കണ്ടിട്ടുള്ളൊരു പറഞ്ഞിടത്തുനിന്ന് എനിക്കറിയാവുന്നതേ ഉള്ളൂ. പോകണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ മലങ്കര സഭയിലെ അച്ഛന്മാർ സ്പേസ് സ്റ്റേഷനിൽ പോകുന്നു വിചാരിച്ചിട്ടില്ലാത്തതുകൊണ്ട് എനിക്ക് പോകാൻ പറ്റുന്നില്ല. പറ്റിയാൽ ഞാൻ പോകും കേട്ടോ. എനിവേ, ഭൂമി നീല നിറത്തിലുള്ള അതിസുന്ദരമായ ഒരു ഗോളമാണ് എന്ന് അവർ പറയുന്നത്. അവർക്ക് എല്ലാ വൻകരകളും കാണാം. ആഫ്രിക്ക ഇങ്ങനെ ഇരിക്കുന്നു, അമേരിക്ക ഇങ്ങനെ ഇരിക്കുന്നു ഒക്കെ കാണാം. പക്ഷെ ഇവിടെ വന്നു കഴിയുമ്പോഴോ നമ്മൾ ഇവിടെ തമ്മിൽ തല്ലുക. അവിടെ നിന്ന് നോക്കുന്നുണ്ടെങ്കിൽ മനുഷ്യൻ എന്തിനാ തമ്മിൽ തല്ലുന്നെന്ന് അവർക്ക് തോന്നും. ഇനി ദൈവത്തെക്കുറിച്ച് ആലോചിച്ച് നോക്കിയേ. ദൈവം ഈ സ്പേസ് സ്റ്റേഷനിൽ ഇരിക്കുന്ന ആളെയും മേളിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ ദൈവം നമ്മൾ ചിന്തിക്കണം, നമ്മളൊരു കാര്യം അറിയണം. നമ്മളിവിടെ പല കോപ്രായങ്ങൾ കാണിക്കുമ്പോഴും ദൈവം അവിടെ നോക്കി ചിരിക്കുക. എങ്ങനെയാ ചിരിക്കുന്നത്? ഒരു പിതാവ് പിള്ളേർ കുരുത്തക്കേട് കാണിക്കുമ്പോൾ ചിരിക്കുന്നത് പോലെ ദൈവം ചിരിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ അങ്ങനെയാണ് നമ്മൾ പിതാവിനെ കൂടുതലായി അടുത്തറിയാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പൊ ആ പിതാവുമായിട്ടുള്ള ബന്ധം നമുക്ക് എങ്ങനെ പറ്റും? നമുക്ക് ആ ബന്ധത്തെ അഡ്രസ് ചെയ്യാനേ പറ്റുള്ളൂ, അഭിസംബോധന ചെയ്യാനേ പറ്റുള്ളൂ. അത് അറിയാൻ ബുദ്ധിമുട്ടാണ്. എന്ന് പറഞ്ഞാൽ ശാസ്ത്രീയമായി അറിയാൻ ബുദ്ധിമുട്ടാണ്. ഇതൊരു അടിസ്ഥാനപരമായ തത്വമാണ്. ഈ തത്വത്തെ മനസ്സിലാക്കാത്ത ഒരാൾക്കും തിയോളജി പഠിക്കാൻ പറ്റില്ല. ഇത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. അടിസ്ഥാനപരമായി ദൈവത്തെ നമുക്ക് അറിയാൻ പറ്റുന്നത് ഇങ്ങനെ മാത്രമാണ്. ദൈവം നമ്മിൽ നിന്നും ഉയർന്നു നിൽക്കുന്ന പിതൃസ്ഥാനീയനായ ആളാണ്. ആ വാക്ക് ഒന്നുകൂടെ ശ്രദ്ധിക്കണം. ആൾ, ദൈവം ഒരു വ്യക്തിയാണ്. ഇത് നമ്മൾ അറിഞ്ഞിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള ദൈവത്തെ നമ്മൾ അറിയാൻ ശ്രമിക്കുന്ന, ദൈവവുമായി സംസർഗം നടത്തുന്ന, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആ മീൻസിന്റെ പേരാണ് ആരാധന. ദൈവവുമായി നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന മീൻസിന്റെ പേരാണ് ആരാധന. വിശുദ്ധ കുർബാന. വിശുദ്ധ കുർബാനയിൽ നടത്തുന്ന ഓരോ സംഗതികളും, കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? കിഴക്കോട്ട് നോക്കി നിന്ന് പ്രാർത്ഥിക്കുന്ന വൈദികൻ സഭയ്ക്ക് വേണ്ടിയിട്ട് സഭയുടെ പ്രതിനിധിയായി കിഴക്കോട്ട് നിന്ന് പ്രാർത്ഥിക്കുന്നു, ദൈവത്തെ അഭിസംബോധന ചെയ്യുന്നു, അഡ്രസ് ചെയ്യുന്നു. പടിഞ്ഞാറോട്ട് തിരിയുന്ന വൈദികൻ ദൈവത്തിന് വേണ്ടി ജനങ്ങളുടെ നേരെ തിരിഞ്ഞിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ എന്ന് പറയുന്നു. അല്ലെങ്കിൽ വലിയവനും നമ്മുടെ രക്ഷിതാവുമാകുന്ന യേശു മിശിഹാ തമ്പുരാന്റെ കൃപയും അനുഗ്രഹങ്ങളും എന്നുള്ള റൂഷ്മ ചെയ്യുമ്പോൾ ദൈവം റൂഷ്മ ചെയ്യുന്നു എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം.
ഒരു കാര്യം ആലോചിച്ചോണം. നിങ്ങൾ പലപ്പോഴും പറയത്തില്ലേ, ഓ അച്ഛൻ, എൻ്റെ അച്ഛൻ, അച്ഛൻ്റെ കുർബാന എന്നാ കുർബാന, അയ്യോ ബഹുമാനപ്പെട്ട ഇന്ന അച്ഛൻ്റെ കരളലിയിക്കുന്ന ഹൂത്തോമോ, അച്ഛൻ്റെ സെതറ കേട്ട് കഴിഞ്ഞാൽ എന്താണ് അച്ഛനെ പോലെ വലിയൊരു ആൾ ഭൂമിയിലില്ല. നിങ്ങളൊരു കാര്യം ആലോചിച്ചോണം, ഇതിൽ പരം സ്റ്റുപ്പിഡിറ്റി വേറെ ഇല്ല. കാരണം ദൈവവുമായി നമ്മൾ എല്ലാവരും ഒരുമിച്ച് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുക. അതിനകത്ത് അച്ഛൻ അവിടെ കയറി നിന്ന് ഇത് ചൊല്ലാൻ ദൈവം വിളിച്ചിരിക്കുന്ന ഒരു ശുശ്രൂഷക്കാരൻ മാത്രമാണ്. ഒരച്ഛന് ഒരു സൂപ്പർ ഹ്യൂമൻ പദവി കൊടുത്ത് ഒരു ഒരു സെലിബ്രിറ്റി പദവി കൊടുത്ത് ഒന്ന് ഇരുത്തേണ്ട ആളല്ല. പകരം നമ്മളെപ്പോലെ ദൈവസന്നിധിയിലേക്ക് പ്രാർത്ഥിക്കാൻ മുമ്പിൽ നിൽക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇങ്ങനെയാണ് നമ്മൾ ദൈവത്തെ അറിയേണ്ടത്. അപ്പോൾ ഈ ആരാധനയിൽ ഒരുപാട് അടയാളങ്ങളും ചിഹ്നങ്ങളും ഒക്കെ ഉണ്ട്. നമുക്ക് മെഴുകുതിരികളുണ്ട്, കുരിശുണ്ട്, മർബാസ ഉണ്ട്, അപ്പമുണ്ട്, വീഞ്ഞുണ്ട്, അല്ലെങ്കിൽ പിന്നെ എന്നൊക്കെയുള്ള കുന്തിരിക്കമുണ്ട്, അതിന്റെ പുകയുണ്ട്, കരിയുണ്ട്, അഗ്നിയുണ്ട്, ഒരുപാട് ആരാധനകളുണ്ട്. അപ്പൊ ഇങ്ങനത്തെ ഈ അടയാളങ്ങളിൽ കൂടെയാണ് നമ്മൾ ദൈവത്തെ അറിയുന്നത്. നമ്മൾ കൈക്കസൂരി കൊടുക്കും. എൻ്റെ കയ്യിൽ ഇപ്പം ഞാൻ സൂമിലായതുകൊണ്ട് എനിക്കത് കാണിച്ചു തരാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ ഞാൻ കാണിക്കാൻ ശ്രമിക്കാം. ഒന്ന് നിങ്ങൾ നോക്കിക്കോണേ. ചിലർ കൈക്കസൂരി ഇങ്ങനെ കൊടുക്കുന്നുണ്ടോ? അതിന്റെ അർത്ഥം തന്നെ കൈക്കസൂരി കൊടുത്തെന്ന് വരികയും വേണം, എന്നാ അവന്റെ മുഖത്ത് നോക്കാനും പറ്റുകയില്ല. അത് കാണുമ്പോൾ തീർച്ചയായിട്ടും ദൈവം തമ്പുരാൻ എന്ത് ചെയ്യും? ചിരിക്കും. ദൈവം തമ്പുരാൻ തീർച്ചയായിട്ടും ചിരിക്കും. കാരണം ഇത് ഇത്രയേ ഉള്ളൂ കാര്യം, ഇവർക്ക് ഇത്രയൊക്കെ പറ്റുന്നുള്ളൂ. അങ്ങനെ കൈക്കസൂരി കൊടുക്കുന്ന സമയത്ത് നമ്മൾ ശരിക്കും ഹൃദയത്തിൽ നിന്ന് കൊടുക്കാൻ നമുക്ക് പറ്റണം. അപ്പൊ കിഴക്കോട്ട് നോക്കി എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി ആരെയാണ് എപ്പോഴും അത് കാണാൻ ശ്രമിക്കുന്നത്? ദൈവത്തെ. വെരി ഗുഡ്, താങ്ക് യു സെനി. ദൈവത്തെ. ഇനിയും നമ്മുടെ പള്ളിയിലൊക്കെ നിറച്ച ഐക്കണുകൾ ഇപ്പൊ വന്നു തുടങ്ങിയിട്ടുണ്ട്. പലർക്കും ഐക്കൺ എന്ന് കേൾക്കുമ്പോൾ ആകെപ്പാടെ ഒരു ഇച്ചീച്ചിയ. ഒരുപാട് ആളുകൾക്ക് ഐക്കൺ എന്ന് പറയുന്നത്, നമ്മുടെ ഈ യുവതലമുറയ്ക്കൊക്കെ ഐക്കൺ എന്ന് പറയുമ്പോൾ വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രായമുള്ള പലർക്കും ഐക്കൺ എന്ന് പറയുന്നത് ഒരു ഇച്ചീച്ചി പോലെ തോന്നും. ഒരുപാട് ആളുകൾക്ക് അത് കുഴപ്പമില്ലാന്ന് തോന്നും. ഈ മക്കൾ, ആ ഒരു യുവതലമുറയിൽപ്പെട്ട പേരൻസ് ഒക്കെ ഇപ്പൊ കുറച്ച് അങ്ങനെ വരുന്നുണ്ട്. ഐക്കൺ നല്ലതാണ്. സത്യത്തിൽ ഐക്കൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ഐക്കൺ വെറും പടമല്ല. നമ്മുടെയൊക്കെ വീടുകളിൽ പലപ്പോഴും നല്ല സുന്ദരിയായ ഒരു ഒരു കൊച്ചിനെ എടുത്ത് തോളയിലിട്ടുകൊണ്ടിരിക്കുന്ന ഒരു പടം ഇങ്ങനെ പലരും തൂക്കിയിട്ടിട്ടുണ്ട്. എന്നിട്ട് അതായത് ചോട്ടിലൊന്നും എഴുതിയിട്ടൊന്നുമില്ല കേട്ടോ. പക്ഷെ എല്ലാവരും ഇമ്മീഡിയറ്റ്ലി അത് കാണുന്നതിന് അയ്യോ ദൈവമാതാവ് ഒന്നുമല്ല. നിങ്ങൾക്കറിയാമോ, ഈ പല ദൈവത്തിന്റെ അതും പറഞ്ഞ് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്ന പല പടങ്ങളും 14-ാം നൂറ്റാണ്ടിലും 15-ാം നൂറ്റാണ്ടിലും 12-ാം നൂറ്റാണ്ടിലും ഒക്കെ യൂറോപ്പിൽ ഈ നാടക കമ്പനികൾ ഉണ്ടായിരുന്നു. അവർ ദൈവത്തിന്റെ ദൈവിക നാടകങ്ങളൊക്കെ അഭിനയിക്കും. അങ്ങനെയാണ് നമ്മുടെ കേരളത്തിലുണ്ട് ഈ ചവിട്ട് നാടകം, അങ്ങനെയൊക്കെ പല പരിപാടികൾ. അപ്പൊ ഇങ്ങനെയുള്ള യൂറോപ്പിലെ നാടക കമ്പനികളിലെ ഈ ഓരോ റോളുകൾ അഭിനയിച്ചിരുന്ന ആളുകളുടെ ചിത്രം വരച്ചു വെച്ചിരിക്കുന്നത്. Am I making sense to you? കന്യാമറിയാമിന്റെ പടമാണെന്നും പറഞ്ഞ് അർത്തുങ്കൽ പള്ളി പോയി മേടിച്ചുകൊണ്ട് വരുന്ന പല പടങ്ങൾ പരുമലപ്പള്ളിയിൽ ഇഷ്ടം പോലെ എത്ര ഇരിപ്പുണ്ട്. യേശുക്രിസ്തു ചാട്ടവാറുകൊണ്ട് അടിച്ച് അവിടെ പള്ളിക്കകത്തുനിന്ന് പലതിനും പുറത്തു കളഞ്ഞ പോലെ എടുത്ത് കളയേണ്ടിയിരിക്കുന്ന സാധനങ്ങൾ അതൊക്കെ. ഇത് ഇങ്ങനെ കർത്താവ് ഇത് ഇങ്ങനെ ഇരിക്കുന്ന, എന്നിട്ട് നെഞ്ചത്ത് ഈ ഹൃദയത്തെ തൊട്ടുകൊണ്ടിരിക്കുന്ന ഒരു പടം, കർത്താവ് ചിലപ്പോൾ കൈ ഇത് ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്ന, തലയൊക്കെ ഇങ്ങനെ ചെരിച്ചു വെച്ചിരിക്കുന്ന ഒരു പടമൊക്കെ പലരുടെയും വീട്ടിൽ ചെന്ന് കാണാം. ഇതൊക്കെ 14-ാം നൂറ്റാണ്ടിലും 12-ാം നൂറ്റാണ്ടിലും ഒക്കെ യൂറോപ്പിലുള്ള നാടക കമ്പനികളിലെ നാടക അഭിനേതാവായിരുന്ന കർത്താവിന്റെ വേഷം അഭിനയിച്ച ആളുടെ പടം അവര് വരച്ചു വെച്ചത്, അതിന്റെ കോപ്പി ഇന്നും നമ്മൾ വീട്ടിൽ വെച്ചിരിക്കുക. ഓർത്തഡോക്സുകാരുടെ ഒക്കെ വീട്ടിലുണ്ട്. None of those things are approved. What is approved is an icon. ഐക്കണുകളാണ് അപ്രൂവ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. എന്തിനാണ് ഐക്കൺ? എന്താണ് ഐക്കൺ? ഐക്കൺ എന്ന് പറയുന്നത് ഒരു വിൻഡോയാണ്. നിങ്ങളെല്ലാവരും ഹോട്ടലിൽ താമസിച്ചിട്ടുണ്ടല്ലോ. 6-ാം നിലയിലോ 10-ാം നിലയിലോ 12-ാം നിലയിലുള്ള ഒരു ഹോട്ടലിലെ വിൻഡോയിൽ കൂടെ നമ്മളിങ്ങനെ നോക്കുമ്പോൾ പുറം ലോകം കാണുകയല്ലേ എന്ന് പറഞ്ഞ പോലെ ഈ ഐക്കണിൽ കൂടെ നോക്കുമ്പോൾ ദൈവികതയെ കാണാൻ പറ്റണം. അങ്ങനെയുള്ള വിൻഡോസ് ആണ് ഈ ഐക്കണുകൾ. അത് ചിത്രങ്ങളല്ല. അവ ദൈവവുമായിട്ട് ദൈവികരായിരിക്കുന്ന മനുഷ്യരുടെ ഹൃദയത്തിലേക്കുള്ള നമ്മുടെ ജനാലകളാണ്.
ആ ജനാലകളിൽ കൂടെ നോക്കുമ്പോൾ അവർ ദൈവത്തെ കണ്ടത് എങ്ങനെയാണോ അതുപോലെ നമുക്കും കാണാൻ സാധിക്കണം. ഈ ചിത്രത്തിൽ നമ്മൾ കൊള്ളാവുന്ന ഒരു പെങ്കൊച്ചിനെ കാണുകയും ആ കൊച്ചിന്റെ തോളയിൽ ഒരു കുഞ്ഞിക്കൊച്ചു കിടക്കുന്നത് കാണുകയുമാണെങ്കിൽ അത് ദൈവികമല്ല. പകരം ഈ ചിത്രത്തിൽ നമ്മൾ കന്യക മറിയാമിനെ കാണുകയും കന്യക മറിയാം യേശുക്രിസ്തുവിനെ എങ്ങനെ കണ്ടോ അത് കാണുകയും ചെയ്താൽ മാത്രമേ അത് ഐക്കണാവുള്ളൂ. ഐക്കണുകളൊക്കെ വെളിപാടുകളാണ്. ദൈവരാജ്യത്തിന്റെ യാഥാർത്ഥ്യങ്ങളെ കാണിച്ചു തരുന്ന ആ, കാണിച്ചു തരുന്ന അടയാളങ്ങളാണ് ഐക്കണുകൾ. അതുപോലെ തന്നെ ഈ ഐക്കണുകളിൽ കൂടെയാണ് നമ്മൾ ദൈവികതയെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. ഇപ്പൊ ഒരു ഐക്കൺ വരയ്ക്കുകയല്ല, എഴുതുക. സംബഡി ഈസ് റൈറ്റിംഗ് എൻ ഐക്കൺ. അപ്പൊ ഐക്കൺ എഴുതുന്ന ആള്, കന്യാമറിയാമിന്റെ ഐക്കൺ എഴുതാൻ പോകുന്ന ആൾ എന്ത് ചെയ്യണം? 40 ദിവസം കന്യാമറിയാമിന്റെ മധ്യസ്ഥതയിൽ നോമ്പ് നോറ്റിട്ട് ആ 40-ാം ദിവസം അദ്ദേഹത്തിന്റെ മനസ്സിൽ ഒരു ചിത്രം വരും. ആ വരുന്ന ചിത്രം അദ്ദേഹം ഈ എവിടെയാണോ അത് എഴുതേണ്ടത് അവിടെ എഴുതുക. ആ എഴുതുന്ന സമയത്ത് ആ മധ്യസ്ഥതയിൽ കന്യാമറിയാമിന്റെ അപ്പോഴത്തെ ഹൃദയം ഈ വ്യക്തിക്ക് എങ്ങനെ വെളിപ്പെടുത്തി കൊടുത്തു അതാണ് എഴുതുന്നത്. അങ്ങനെ എഴുതിയ ഐക്കണുകളാണ് നമ്മുടെ മുമ്പിലുള്ളത്. അത് വെറും ചിത്രങ്ങളല്ല. ഐ എം ടേക്കിംഗ് എ ലിറ്റിൽ എക്സ്ട്രാ ടൈം. നമ്മുടെ പള്ളികളിലൊക്കെ ഐക്കണുകൾ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഐക്കണുകളെ നോക്കി നമ്മൾ വിശുദ്ധങ്ങളാണ് ഐക്കണുകൾ എന്ന് പറയുന്നത് ഇതുകൊണ്ടാണ്. ഇനി പരിശുദ്ധ കൂദാശകൾ. ദൈവവും സൃഷ്ടാവായിരിക്കുന്ന ദൈവവും സൃഷ്ടിയായിരിക്കുന്ന മനുഷ്യനും ഒന്നു ചേർന്ന് വരുന്ന സമയങ്ങളാണ്, ചില മോമെന്റുകളാണ് കൂദാശകൾ. പരിശുദ്ധ മാമോദീസായിലൂടെ പിതാവാം ദൈവം പുത്രൻ തമ്പുരാൻ എന്ന് പറയുന്ന ആ മീഡിയത്തിലൂടെ പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന ശക്തിയിലൂടെ നമ്മെ പുതുതാക്കി തീർക്കുന്നു. എന്താക്കി തീർക്കുന്നു? പുതുതാക്കി തീർക്കുന്നു. എങ്ങനെ? മാമോദീസായിലൂടെ ഒരാൾക്ക് സഭയിലേക്ക് അംഗത്വം കിട്ടുന്നു. പരിശുദ്ധ മൂറോനിലൂടെ ഒരാൾക്ക് പട്ടത്വം ലഭിക്കുന്നു. ഞാൻ പറയുന്നത് സൂക്ഷിച്ച് ശ്രദ്ധിച്ചു കേൾക്കണം. പരിശുദ്ധ മൂറോനിലൂടെ ഒരാൾക്ക് പട്ടത്വം ലഭിക്കുന്നു. ഇപ്പൊ സ്ത്രീകൾക്ക് പട്ടമുണ്ടോ? ഉണ്ട്. എന്താണ് സ്ത്രീകളുടെ പട്ടം? ആരാധനയിൽ ആമീൻ പറയാനുള്ള സാന്നിധ്യം. ഒരു വൈദികൻ ആരാധനയിൽ ഒരു പ്രാർത്ഥന ചൊല്ലിയാൽ ആ ചൊല്ലുന്ന പ്രാർത്ഥനയുടെ അവസാനം ആമീൻ പറയാൻ ഒരാളെങ്കിലും ഇല്ലെങ്കിൽ അടുത്ത പ്രാർത്ഥന വായിക്കാൻ വൈദികന് സാധിക്കുകയില്ല. ചുരുക്കം പറഞ്ഞാൽ സ്ത്രീകൾ, എല്ലാ ആണുങ്ങളും വൈദികരും അല്ല. അപ്പൊ എല്ലാ മനുഷ്യർക്കും എന്തുണ്ട്? നിങ്ങൾക്ക് ഉത്തരം പറയാൻ പറ്റണം. ഇപ്പൊ എല്ലാ മനുഷ്യർക്കും എന്തുണ്ട്? പട്ടത്വം ഉണ്ട്. സ്ത്രീകൾക്ക് പട്ടം കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞ് പലരും വാദിക്കുമ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം, അവർക്ക് തന്നെ അറിയാൻ പാടില്ല. അവർ ഓൾറെഡി പട്ടമുള്ളവരാണ്. മാമോദിസ ഇല്ലാത്ത ഒരാൾക്ക് എന്തെങ്കിലും മേലോട്ട് കൊടുക്കാൻ നോക്കുവോ? പറ്റില്ല. കൊയറിൽ പാട്ട് പാടുന്ന ഒരുപാട് സ്ത്രീകളില്ലേ? ഈ കൊയറിൽ പാട്ട് പാടുന്ന പറഞ്ഞൊരു പട്ടത്വമാണ്. എല്ലാ സ്ത്രീകൾക്കും കുർബാനയ്ക്ക് മുമ്പേ പഴയ നിയമം വായിക്കാനുള്ള അനുവാദമുണ്ട്. അതുപോലെ ശുശ്രൂഷിക്കുന്നില്ലാത്ത പുരുഷന്മാർക്കും വായിക്കാൻ അനുവാദമുണ്ട്. പരിശുദ്ധ സുന്നതോസ് അനുവദിച്ചിട്ടുണ്ട്. അത് പട്ടത്വമാണ്. അപ്പം നമുക്ക് ഈ പട്ടത്വമുള്ള ഇത് ഇങ്ങനെ ദൈവവും സ്വർഗവും മനുഷ്യനും തമ്മിൽ യോജിച്ചു വരുന്ന ആ മോമെന്റിന്റെ പേരാണ് എന്ത്? കൂദാശ. ആ കൂദാശയിൽ നമ്മൾ ദൈവവുമായിട്ട് അടുത്തു വരുന്നു, ദൈവത്തോട് നമ്മൾ ചേർന്ന് വരുന്നു. ഈ നമുക്ക് എല്ലാവർക്കും നമ്മൾ സ്ഥിരം പാട്ട് പാടുന്നതല്ലേ, ഇത്രത്തോളം യഹോവ സഹായിച്ചു, ഇത്രത്തോളം ദൈവം എന്നെ നടത്തി, പാടത്തില്ലേ? അത് വേദോസത്തിലെ വാക്യം, ശമൂവേലിന്റെ 1-ാം പുസ്തകം 7-ാം അധ്യായം 12-ാം വാക്യമാണത്. അപ്പൊ അത് പറയാൻ നമുക്ക് സാധിക്കുന്നത് എങ്ങനെയാ? അത് ഈ കൂദാശകളിലെ ദൈവം നമ്മളോട് അടുത്ത് വരുന്ന ഒരു കർമാനുഷ്ഠാനമാണ്, ഒരു അനുഷ്ഠാനമാണത്. അതുപോലെ തന്നെയാ മോശ പിച്ചള സർപ്പത്തെ ഉയർത്തി നാട്ടിയത്. അതൊരു അങ്ങനത്തെ ഒരു അനുഷ്ഠാനമാണ് കൂദാശ. സമയത്തിന് പുറത്ത്, സമയത്തിനപ്പുറത്ത് മനുഷ്യനും ദൈവവും തമ്മിൽ ചേർന്ന് വരുന്നു. ഇനി വേറൊരു പ്രധാനപ്പെട്ട കാര്യം കൂടെ പറഞ്ഞ് ഞാൻ ഈ ഭാഗം അങ്ങ് വിടുക. ഈ കുർബാന ചൊല്ലുന്ന സമയത്ത് നമ്മൾ കഴിഞ്ഞ ആഴ്ചത്തെ കുർബാന, ഈ ആഴ്ചത്തെ കുർബാന എന്നൊക്കെ ഇപ്പോൾ പറയും, ഇല്ലേ? സത്യത്തിൽ ഓരോ കുർബാനയും എന്താണ്? മർക്കോസിന്റെ മാളികയിൽ കർത്താവ് സ്ഥാപിച്ച അതേ കുർബാനയിലാണ് നമ്മൾ സംബന്ധിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മൾ സമയത്തിൽ നിന്നും പുറത്തിറങ്ങി കർത്താവ് സ്ഥാപിച്ച കുർബാനയുടെ ആ പ്രാർത്ഥനകളിൽ അല്ലെങ്കിൽ ആ മോമെന്റിലേക്ക് നമ്മൾ ചെന്നു. അവിടെ കർത്താവ് ആണ് ചൊല്ലുന്നത് കുർബാന. അല്ലാതെ ഞാൻ നേരത്തെ പറഞ്ഞിട്ട് ഒന്നുകൂടെ തിരിച്ചു വരിക, അല്ലാതെ അച്ഛനല്ല കൂടെ കുർബാന ചൊല്ലുന്നത്.
ആരാ ചൊല്ലുന്ന കുർബാന? ഓരോ കുർബാനയും ചൊല്ലുന്ന ആരാ? വിശ്വാസികളെ കുറിച്ച് കർത്താവാണ് കുർബാന ചൊല്ലുന്നത്. യേശുക്രിസ്തുവാ കുർബാന ചൊല്ലുന്നത്. അവിടെ കർത്താവിന്റെ കൂടെ ആദ്യത്തെ കുർബാനയെ സംബന്ധിച്ച് ആമീൻ പറഞ്ഞ ആരായിരുന്നു? ശിഷ്യന്മാര്. ശിഷ്യന്മാര് അല്ലെ അപ്പോസ്തോലന്മാര്. ആ അപ്പോസ്തോലന്മാരുടെ കൂടെയാണ് നമ്മൾ നിൽക്കുന്നത്. Am I making sense? Yes. ഇവിടെയാണ് നമ്മുടെ കുർബാനയുള്ള പങ്കാളിത്തവും നമ്മുടെ കുർബാനയിലുള്ള നമ്മുടെ നമ്മുടെ നമ്മൾ അതിനകത്ത് സംബന്ധിക്കുന്നതിന്റെ അർത്ഥവും ആഴവും അങ്ങോട്ട് നമ്മൾ നമ്മുടെ കൺമുമ്പിൽ കാണുന്നതിനൊക്കെ അപ്പുറത്തേക്ക് പോകണ്ട. അവിടെയാണ് വിശ്വാസം വരുന്നത്. നമ്മുടെ എല്ലാ പ്രാർത്ഥനകളിലും വേദവായന, പ്രാർത്ഥന, ഗീതങ്ങൾ, തലകുമ്പിടിയില് പ്രദക്ഷിണം, കൈക്കസ്തൂരി, പിന്നെ എന്തൊക്കെയാ നമ്മൾ ആരാധന ചെയ്യുന്നത്, മർവസ കിലുക്കല്, ധൂക്കുറ്റി വീശല്, ഇതെല്ലാം പ്രതീകാത്മകമാകുന്ന അനുഷ്ഠാനങ്ങളാൽ അധിഷ്ഠിതമായ ദൈവ സംസർഗത്തിന്റെ അടയാളങ്ങളാണ്. ഇവയെല്ലാം പ്രതീകങ്ങളാണ്. ഈ പ്രതീകങ്ങൾക്ക് പുറത്തോട്ട് അപ്പുറത്തേക്ക് നമ്മൾ ഇറങ്ങണം. ഐക്കണുകൾ അങ്ങനെയുള്ള പ്രതീകങ്ങളാണ്. ഇത് സയൻസ് കൊണ്ട് ഇതിനെ നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. കാരണം സയൻസിന് എപ്പോഴും വേണ്ടിയിരിക്കുന്ന ഈ ലോകത്തിലെ അളന്നെടുക്കാവുന്ന പല സംഗതികളുമാണ്. രണ്ടാമത്തെ ഒരു കാര്യം എന്നാ, സയൻസ് ഇന്ന് പറയും ഒരു കാര്യം, കുറച്ചാൾ കഴിയുമ്പോൾ സയൻസ് വീണ്ടും മാറ്റി പറയും. കുറെ നാൾ പറഞ്ഞു വെളിച്ചെണ്ണ ഏറ്റവും നല്ലതെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് കുറച്ചാൾ കഴിയുമ്പോൾ പറഞ്ഞു വെളിച്ചെണ്ണ കാശിനും കൊള്ളത്തില്ല, പാം ഓയിലാണ് പറ്റിയ സാധനം എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് കുറച്ചാൾ കഴിഞ്ഞിട്ട് പാം ഓയിൽ കഴിച്ചാൽ അന്നേരം ഹാർട്ട് അറ്റാക്ക് വരുമെന്ന് പറഞ്ഞു. എല്ലാവരും വെളിച്ചെണ്ണയോട് തിരിച്ചു നോക്കണം പറഞ്ഞു. പണ്ട് മുഹമ്മദ് ബിൻ തുഗ്ലക്ക് ഒരു ചില ഭരണപരിഷ്കാരം നടത്തിയ പോലെ ഇപ്പൊ പലപ്പോഴും സയൻസ് അങ്ങനെയൊക്കെ പ്രതികരിക്കും. അതുകൊണ്ട് സയൻസ് മുഴുവൻ വിഡിതാന്നൊന്നും ഞാൻ അങ്ങനെ പറയില്ല. ഞാൻ വളരെയധികം സയൻസിനെ റിലേ ചെയ്യുന്ന ആളാണ്. പക്ഷെ സയൻസ് അൾട്ടിമേറ്റ് ആണോ? അല്ല. സയൻസ് അങ്ങനെ ക്ലെയിം ചെയ്യുന്നുമില്ല. പക്ഷെ ഫെയ്ത്ത് കർത്താവിന്റെ കാലത്ത് പരിശുദ്ധ പൗലോസ്ലീഹ പറഞ്ഞ അതേ കാര്യം തന്നെ ഇന്നും നമ്മൾ പറയുന്നുണ്ടെങ്കിൽ ഫെയ്ത്ത് ഈസ് നോട്ട് ചേഞ്ചിങ് ഇറ്റ് സെൽഫ്. ഡു ഐ മേക്ക് സെൻസ്? ഫെയ്ത്ത് ഈസ് നോട്ട് ചേഞ്ചിങ് ഇറ്റ് സെൽഫ്. ഞാൻ ഇനി രണ്ട് ഉദാഹരണങ്ങളോട് പറയാം. ഈ ഞാനൊക്കെ സ്കൂളിൽ പൊയ്ക്കൊണ്ടിരുന്ന കാലത്ത്, ഞാൻ ഈ ചെറിയ ക്ലാസ്സിലൊക്കെ പൊയ്ക്കൊണ്ടിരുന്ന കാലത്ത്, 6ാം ക്ലാസ്സിലോ 7ാം ക്ലാസ്സിലൊക്കെ കെമിസ്ട്രി പഠിച്ചു തുടങ്ങിയ സമയത്ത് ഇങ്ങനെ ആറ്റത്തെ കുറിച്ച്, അന്ന് ഞങ്ങളുടെ കാലത്തൊക്കെ ഈ പീരിയോഡിക് ടേബിളിനകത്ത് ആകപ്പാടെ 98 മൂലകങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ, 98 എലിമെന്റ്സേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ 98 കഴിഞ്ഞ് 140 അങ്ങോട്ടായിട്ടുണ്ട് എലിമെന്റ്സ്. 50 കൊല്ലം കൊണ്ട് ഏകദേശം ഒരു 40-45 പുതിയ എലിമെന്റ്സ് ഉണ്ടായി. അന്ന് പറഞ്ഞു ഇനിയിപ്പോ ഒരൊറ്റ എലിമെന്റും വേറെ ഇല്ല, ഇനി ഒന്നും വരാനും ഇല്ല, ഇത്രേ ഉള്ളൂ. Na എന്ന് പറഞ്ഞാൽ സോഡിയമാണ് എന്നൊക്കെ പഠിപ്പിച്ചു. ഇന്ന് Na സോഡിയം തന്നെയാ, പക്ഷെ പുതിയ മൂലകങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇനി അന്ന് പറഞ്ഞു ഒരു ആറ്റത്തെ വിഭജിക്കാം എന്ന് പറഞ്ഞു. പക്ഷെ എന്റെ അപ്പനൊക്കെ സ്കൂളിൽ പോയിക്കൊണ്ടിരുന്ന കാലത്ത് പറഞ്ഞ ആറ്റത്തെ ഒന്നും വിഭജിക്കാനൊക്കെ അല്ല, ആറ്റമാണ് ഏറ്റവും വലുത്. അതിന് മുമ്പ് പറഞ്ഞു മോളിക്യൂൾ ആയിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ചെറുത്. അത് കഴിഞ്ഞ് മോളിക്യൂളൊക്കെ ആറ്റമായി, ആറ്റത്തെ പിന്നെ ഒന്നും ചെയ്യാനൊക്കത്തില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് എന്റെ ചെറുപ്പത്തിലൊക്കെ ആറ്റം മുറിക്കാം, ഇലക്ട്രോൺ ഉണ്ട്, പ്രോട്ടോൺ ഉണ്ട്, ന്യൂട്രോൺ ഉണ്ട് എന്ന് വരെയായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ കോളേജിൽ പഠിക്കാൻ വന്നപ്പോഴത്തേന് പറഞ്ഞു ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ കൂടാതെ പോസിട്രോൺ, ന്യൂട്രിട്രോൺ എന്നൊക്കെ പറഞ്ഞ് പുതിയ സാധനങ്ങളുണ്ട്, പല ട്രോണുകളും വന്നു. ഇൻട്രസ്റ്റിംഗ്. അത് കഴിഞ്ഞിട്ട് പിന്നെ പറഞ്ഞു ഈ ആറ്റം എന്ന് പറയുന്ന സാധനത്തിന് അകം എന്ന് പറഞ്ഞ അതിനകത്തോട്ട് കയറി നോക്കി അത് വലിയൊരു യൂണിവേഴ്സ് ആണെന്ന് പറഞ്ഞു. ഈ ന്യൂട്ടന്റെ തിയറി ഉണ്ടല്ലോ, ആപ്പിള് തലേ വീണ തിയറി, ഗ്രാവിറ്റി. ഈ പറഞ്ഞ ഗ്രാവിറ്റി തിയറി ഭൂമി വർക്ക് ചെയ്യും. പക്ഷെ ആറ്റത്തിനകത്തോട്ട് കയറി ഈ തിയറി വർക്ക് ചെയ്യുമോ? ഗ്രാവിറ്റി വർക്ക് ചെയ്യുമോ? നിങ്ങൾ ആരും ചിന്തിച്ചിട്ടുണ്ടോ ആറ്റത്തിനകത്ത് കയറി ഗ്രാവിറ്റി വർക്ക് ചെയ്യുമോ? ഭൂമിക്കകത്ത് തന്നെയാണ് കേട്ടോ. ഈ സ്പേസിലോട്ട് കയറിയ ഗ്രാവിറ്റി വർക്ക് ചെയ്യില്ലെന്ന് അറിയാലോ അല്ലേ? ആറ്റത്തിനകത്ത് ഗ്രാവിറ്റി വർക്ക് ചെയ്യുമോ? ഇല്ല. ആറ്റത്തിനകത്ത് ഗ്രാവിറ്റി വർക്ക് ചെയ്യില്ല. അപ്പൊ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കണം, സയൻസിനകത്ത് തന്നെ കോൺസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന പല സംഗതികൾ. മാക്സ് പ്ലാങ്ക് അദ്ദേഹത്തിന്റെ തിയറിയും കൊണ്ടുവന്നു. ജർമ്മൻകാരനായിരിക്കുന്ന ഒരു വലിയ ശാസ്ത്രജ്ഞനാണ് മാക്സ് പ്ലാങ്ക്. ക്വാണ്ടം തിയറി കൊണ്ടുവന്നു. ക്വാണ്ടം തിയറി ഈ ഗ്രാവിറ്റി തിയറി പറഞ്ഞ തിയറിക്ക് നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു. ശാസ്ത്രം എന്ന് പറയുന്നത് മതത്തിനെതിരാണെന്നും മതം ശാസ്ത്രത്തിനെതിരാണെന്നുമാണ് ഒരു വലിയ ആളുകൾ പറയുന്നത്. അല്ല, ശാസ്ത്രം ശാസ്ത്രത്തിന്റെ അതിന്റെ കൺവെൻഷൻസിനകത്തൂടെ പോകുന്ന ഒരു സാധനമാണ്. മതം മതത്തിന്റെ കൺവെൻഷൻസിനകത്തൂടെ പോകുന്ന കാര്യമാണ്. അതൊരിക്കലും കൂട്ടിക്കുഴയ്ക്കാൻ ഒക്കെയില്ല.
ഈ ഏത്തയ്ക്ക അപ്പം നമുക്ക് തീയിൽ കൂട്ടി തിന്നാൻ ഒക്കത്തില്ല എന്ന് പറഞ്ഞ പോലെയാണ്. അതൊരു പുതിയ കോമ്പിനേഷൻ ആണ് വെച്ചാൽ. എന്തോ എന്താ നെൽസൺ? അങ്ങനെ ഒരു സംഭവം ഇതുവരെ ട്രൈ ചെയ്തിട്ടൊന്നും ആ, ചെയ്ത് നോക്കിയോ, ചിലപ്പോ ശരിയായില്ലെന്ന് വരും. പണ്ടൊക്കെ പറയായിരുന്നു നാരങ്ങയും മീനോട് കൂട്ടരുതെന്ന് പറയായിരുന്നു. അത് ചേരത്തില്ല, ചില സാധനങ്ങളുണ്ട്, അത് രണ്ട് ചേർക്കാൻ നോക്കി ഒരിക്കലും ശരിയല്ല. എണ്ണയും വെള്ളം കൂടെ ചേരത്തില്ല എന്ന് പറഞ്ഞ പോലെയാണ് ഈ സംഗതികൾ. അതുകൊണ്ട് അത് ശ്രദ്ധിച്ച് നമ്മൾ മനസ്സിലാക്കണം. ഈ വേദപുസ്തകം ശാസ്ത്രീയ തത്വങ്ങളുടെ ഒരു അടിസ്ഥാനമൊന്നുമല്ല. അതുപോലെ ശാസ്ത്രീയ തത്വങ്ങൾ കൂടെ ദൈവസ്നേഹം മനസ്സിലാക്കാൻ നോക്കി അതും പറ്റുകയില്ല. ഇത് രണ്ടും പരസ്പരം പൂരകങ്ങളല്ല എന്നുള്ളതാണ് ഞാൻ അതുകൊണ്ട് പറയാൻ ആഗ്രഹിച്ചത്. ഇനി അടുത്ത ഒരു നമ്മുടെ ലെസണിലേക്ക് ഒന്ന് കയറി കഴിഞ്ഞാൽ നമുക്ക് യുക്തി, വെളിപാട്, വ്യാഖ്യാനം എന്നിങ്ങനെയുള്ള മൂന്ന് സംഗതികൾ. യുക്തി എന്ന് പറഞ്ഞാൽ എന്താണ്? റീസൺ. വെളിപാടാണ് റെവലേഷൻ. ഇനിയും വ്യാഖ്യാനം എന്ന് പറഞ്ഞാൽ ഈ വെളിപാടും റെവലേഷനും പരസ്പരം മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ് എന്നുള്ളത് മനസ്സിലാക്കി തരുന്ന ഒരു വ്യാഖ്യാന അല്ലെങ്കിൽ ഒരു പഠന ശാഖയാണ് ഈ വ്യാഖ്യാനം. അപ്പോൾ നമുക്ക് ദൈവത്തെ അറിയണമെന്നുണ്ടെങ്കിൽ ദൈവത്തിൽ കൂടെ മാത്രമേ അറിയാനൊക്കുള്ളൂ. ദൈവത്തെ അറിയണമെങ്കിൽ നമ്മൾ ദൈവത്തിൽ കൂടെ അറിയത്തുള്ളൂ. ഞാൻ ചെറുതായിരുന്ന സമയത്ത് സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത്, എൻ്റെ കയ്യിൽ ഇതുപോലത്തെ ഒരുപാട് കഥകളൊക്കെ ഉണ്ട്, നിങ്ങളെ ക്ഷമിക്കണം കേട്ടോ. ഞങ്ങളെ ഡ്രോയിങ് പഠിപ്പിക്കാൻ വന്നൊരു സാറുണ്ടായിരുന്നു, ഒരു മാത്യൂസ് സാർ. അദ്ദേഹത്തിന് ഇത്ര വലിയ മീശയൊക്കെ ആയിട്ട് വലിയ വൈദികരുടെ പോലെയാണ്. വൈദികനൊന്നുമല്ല, മനുഷ്യനായിരുന്നു. പക്ഷെ അദ്ദേഹം ഡ്രോയിങ് പഠിപ്പിക്കും. അപ്പൊ ഡ്രോയിങ് പഠിപ്പിക്കുന്ന അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു, ഈ നമ്മളത് നന്നായിട്ട് പടം വരയ്ക്കണം. ഞാൻ പടം ആനയെ വരച്ചു കഴിയുമ്പോൾ അത് എലി പോലിരിക്കും. അവസാനം പുള്ളി ദിവസം എന്നോട് പറഞ്ഞു, എടാ നിന്റെ പടം കണ്ടിട്ട് പഞ്ചസാര എഴുതി നക്കി നോക്കുന്ന പോലെയാണ്. ഇപ്പൊ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായാലും എൻ്റെ ഒരു വരയ്ക്കുന്നതിന്റെ ഒരു സ്കില്ല് പിടികിട്ടില്ലോ. അതിലും ഭാഗ്യമായി ഞാൻ അച്ഛനാകാൻ പോയത്. പഞ്ചസാര എഴുതി നക്കി നോക്കുന്ന പോലെയാണ് എന്നാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത്. ഈ നമുക്ക് ദൈവത്തെ അറിയണമെന്നുണ്ടെങ്കിൽ ദൈവത്തിൽ കൂടെ മാത്രമേ അറിയാം. നന്നായിട്ട് പടം വരയ്ക്കുന്നവനെ പടം വൃത്തിയായിട്ട് അവതരിപ്പിക്കാൻ പറ്റുള്ളൂ. നന്നായിട്ട് കറി വെക്കുന്ന ഒരാൾ നന്നായിട്ട്. ഇന്നലെ കഴിഞ്ഞ ദിവസം ഒരാൾ, എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു, ഞാൻ മുട്ട പൊരിച്ചിട്ട് അവസാനം പിള്ളേർ എന്നോട് പറഞ്ഞു, പപ്പ ഇതിലും ഭേദം പപ്പ വല്ല പിസ്സായും മേടിച്ച് തരികയായിരുന്നു. അവനവനെ കൊണ്ട് ചെയ്യാവുന്ന പണിയായും അവനവൻ പോകാവുള്ളൂ എന്ന് പറഞ്ഞ പോലെ നമുക്ക് ഈ റീസണും യുക്തിയും അല്ലെങ്കിൽ വെളിപാടും റെവലേഷനും വ്യാഖ്യാനവും എക്സിജീസിസും ഇതിനൊക്കെ ഒരു പരിധിയുണ്ട്. ദൈവത്തെക്കുറിച്ച് നമുക്ക് വ്യാഖ്യാനിക്കാൻ പറ്റുന്നതിനൊരു പരിധിയുണ്ട്. ആ പരിധിക്ക് അപ്പുറത്ത് പോയാൽ നടക്കുകയില്ല. ആ പരിധിക്ക് അപ്പുറത്തും പക്ഷെ നമുക്ക് മനസ്സിലാക്കാൻ ഒക്കും. എങ്ങനെ? എനിക്ക് മനസ്സിലാവും, പക്ഷെ എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റില്ല. മേക്കിംഗ് സെൻസ്? എനിക്ക് മനസ്സിലാവുന്നുണ്ട്, പക്ഷെ എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റത്തില്ല. ഞാൻ ഈ പറയുന്ന നിങ്ങൾക്ക് ഹൃദയത്തിൽ മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾ തിരിച്ചെനിക്ക് എന്നോട് വ്യാഖ്യാനിച്ച് മനസ്സിലാക്കുന്നൊന്നും വേണ്ട. നിങ്ങൾക്ക് ഹൃദയത്തിൽ തിരിയുന്നുണ്ട്. അവിടെ ആ പർട്ടിക്കുലർ ഒരു ഏരിയ ഉണ്ടല്ലോ, അവിടെയാണ് നമുക്ക് ദൈവത്തെ ഫീൽ ചെയ്യാൻ ഒക്കുന്നത്. അവിടെ ദൈവത്തെ മനസ്സിലാക്കാൻ ഒക്കുള്ളൂ. പ്ലേറ്റോ പറയുന്ന ഒരു സംഗതിയാണ്, ഈ മനുഷ്യൻ എന്ന് പറയുന്നത് രണ്ട് കുതിരകൾ അങ്ങോട്ടും ഇങ്ങോട്ടും വലിക്കുക. ഒരു കുതിര വെളുത്തത്, ഒരു കുതിര കറുത്തത്. വെളുത്ത കുതിര റീസൺ, കറുത്ത കുതിര പാഷൻ. അതായത് മനുഷ്യന്റെ ആത്മാവും ശരീരവും, ഈ ബുദ്ധിയും നമ്മൾ ആഗ്രഹങ്ങളും, ഈ രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ച് വലിച്ചുകൊണ്ടിരിക്കുക. എനിക്ക് പ്രാർത്ഥിക്കണമെന്ന് താല്പര്യമുണ്ട്, പക്ഷെ എന്നെ ചെയ്യാനാ? സിനിമ കാണണം. ഏത് ജയിക്കും? സിനിമ കാണല്. ഞാനേ പറഞ്ഞില്ല, നിങ്ങൾ അങ്ങനെ പറയുകയും ചെയ്യരുത്. ഒന്ന് ആലോചിച്ച് വെക്കണം. ഞാൻ തന്ത്രപുരസരം അവിടെ കൊണ്ട് വെച്ച് നിങ്ങളെ കൊണ്ട് അത് പറയിച്ചാന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലേ? വളരെ വളരെ തന്ത്രത്തിൽ അവിടെ കൊണ്ട് ഇങ്ങനെ അങ്ങോട്ട് വെച്ചിട്ട് ഏത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ ഈ പരിപാടിയാണ് ഈ പ്ലേറ്റോയും പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ എങ്ങനെ നമുക്ക് ഈ വെളിപാട് മനസ്സിലാക്കാൻ ഒക്കും? ഇതിനപ്പുറത്തൊരു സ്ഥലമുണ്ട്. ആ സ്ഥലത്ത് കയറിയാലേ പറ്റുള്ളൂ. അവിടെ നമ്മൾ ആയിരിക്കുമ്പോൾ ബാക്കി പുറം ലോകത്ത് നടക്കുന്ന പലതും നമ്മൾ അറിയത്തില്ല. അവിടെയാണ് നമ്മൾ ദൈവത്തെ മനസ്സിലാക്കുന്നത്. അപ്പോൾ
യേശുക്രിസ്തുവാണ് ദൈവത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വെളിപാട്. നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞില്ലേ, ദനഹ പെരുന്നാളിലാണ് ത്രിത്വം വെളിപ്പെട്ടതെന്ന് പറഞ്ഞില്ലേ? ഓർക്കുന്നുണ്ടാവോ അതോ മറന്നുപോയോ? നാലോചിക്കേ, ദനഹ പെരുന്നാൾ ത്രിത്വം വെളിപ്പെട്ടു. യേശുക്രിസ്തു ഏറ്റവും വലിയ വെളിപാട്. അതിനപ്പുറത്ത് വേറെ വെളിപാടില്ല. ദൈവം വെളിപ്പെടുത്തി തന്നു. ദൈവം വെളിപ്പെടുത്തി തന്നപ്പോഴാണ് നമുക്കൊരു കാര്യം മനസ്സിലായത്. ദൈവത്തിന്റെ രൂപം എന്ന് പറയുന്നത് ആരുടെ രൂപത്തിന് സമാനമാണ്? നമ്മുടെ രൂപത്തിന്, മനുഷ്യന്റെ രൂപത്തിന് സമാനമാണ്. ദൈവം കാണുന്നു എന്ന് പറയുന്നത് ദൈവം ഇങ്ങനെ വട്ടത്തിലുള്ള മുഖം എന്നാണെന്ന് അങ്ങനെ വിചാരിക്കില്ല കേട്ടോ. മീശ ഉണ്ടെന്ന് നമ്മൾ വിചാരിച്ചു കളയരുത്. ദൈവം കാണുന്നു, ദൈവം കേൾക്കുന്നു, ദൈവം സംസാരിക്കുന്നു, ദൈവം അറിയുന്നു, ദൈവം രുചിക്കുന്നു. അങ്ങനെ മനസ്സിലാക്കണ്ടേ? മേക്കിംഗ് സെൻസ്? അപ്പം കാണുന്ന ഒരു ദൈവത്തെ കുറിച്ച് കർത്താവെ നീ കാണുന്നില്ലേ എന്ന് നമ്മൾ ചോദിച്ചിട്ടില്ലേ? വളരെ വിഷമിക്കുന്ന മക്കളെ കുറിച്ച് ഓർത്ത് വിഷമിക്കുന്ന ഒരമ്മ ദൈവത്തോട് വൈകിട്ട് തീർച്ചയായിട്ടും ചോദിക്കും, കർത്താവെ നീ ഇതൊന്നും കാണുന്നില്ല, എന്റെ കൊച്ചും ഈ ഗതി വന്നേക്കുന്നേ. കുറച്ചു ദിവസം മുമ്പേ ഞങ്ങളുടെ ICUല് ഒരമ്മ ഈ ചോദ്യം എന്നോട് ചോദിച്ചു. ഈസ് ഗോഡ് നോട്ട് സീയിങ് ദിസ്? ദൈവത്തിന് കണ്ണുണ്ടെന്നല്ലേ അതിന്റെ അർത്ഥം? ശരിയായ കണ്ണുള്ള ആർക്കാ ഈ ലോകത്ത്? മനുഷ്യനാ. പക്ഷെ ദൈവത്തിന് മനുഷ്യന് ഒരു വ്യത്യാസമുണ്ട്. മനുഷ്യന് കണ്ണാടി വെക്കണം, ദൈവത്തിന് കണ്ണാടി വെക്കണ്ട. ആ ഒരു വ്യത്യാസം നമ്മൾ മനസ്സിലിരിക്കണം. ഇനിയും വെളിപാട് എവിടെയാ ഉണ്ടാവുന്നേ? വെളിപാട് പ്രകൃതിയിൽ ഉണ്ടാവാം, വൈകാരികമായ അനുഭവങ്ങളിൽ കൂടി ഉണ്ടാകാം. ഉദാഹരണത്തിന് യൗസേപ്പ് സ്വപ്നം കണ്ടു, ഫറവോൻ സ്വപ്നം കണ്ടു, യെശയ്യാവിന് ദർശനം ഉണ്ടായി, അങ്ങനെയൊക്കെ ആവാം. ആകാശങ്ങൾ തന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു, ആകാശത്തട്ട് അവന്റെ കൈവേലയെ കാണിക്കുന്നു, പകലിന് വാക്കിനെ ഉച്ചരിക്കുന്നു, രാത്രിക്ക് അറിവിനെ അറിയിക്കുകയും ചെയ്യുന്നു. അതൊരു വെളിപാടാണ്. ദൈവിക വചനങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് വെളിപാടുകൾ ഉണ്ടാവും, വ്യക്തികളിലൂടെ വെളിപാടുണ്ടാവും. ഉദാഹരണത്തിന് പ്രവാചകന്മാര്, കന്യാമറിയാമിനോട് മാലാഖ വന്ന് അറിയിച്ചു, അതൊരു വെളിപ്പാടാണ്. ഏറ്റവും വലിയ വെളിപ്പാടാണ് യേശുക്രിസ്തുവിന്റെ മനുഷ്യാവതാരം. കഴിഞ്ഞ ദിവസം എൻ്റെ വളരെ അടുത്തൊരു സുഹൃത്തുണ്ട്. അദ്ദേഹത്തിന്റെ അമ്മ ഇപ്പം വയ്യാതിരിക്കുക. അവര് ജോലി എടുക്കുന്നത് ഒരു ഓൾഡ് ഏജ് ഹോമിലാണ്. അപ്പൊ ആ ഓൾഡ് ഏജ് ഹോമില് വളരെ സീനിയർ ആയിട്ടുള്ള ഒരു മനുഷ്യനുണ്ട്. അദ്ദേഹം ഒരു മുൻ പാസ്റ്ററായിരുന്നു. കഴിഞ്ഞ ദിവസം എൻ്റെ ഈ സുഹൃത്തിനെ, ഇത്രയും നാളായിട്ട് ഇദ്ദേഹം പാസ്റ്ററൊക്കെ ആയിരുന്നു, പക്ഷെ അദ്ദേഹം പ്രാർത്ഥിക്കുന്ന ആരും കണ്ടിട്ടില്ല, കേട്ടിട്ടുമില്ല. കഴിഞ്ഞ ദിവസം എൻ്റെ ഈ സുഹൃത്തിനെ ഈ മുൻ റിട്ടയർഡ് പാസ്റ്റർ വിളിച്ചിട്ട് പെട്ടെന്ന് അവരുടെ കയ്യെ പിടിച്ചൊന്ന് പ്രാർത്ഥിച്ചു. ഹൃദയം നുറുങ്ങി, അമ്മയുടെ വേദനയെക്കുറിച്ചും അസുഖത്തെക്കുറിച്ചും ഹൃദയം നുറുങ്ങി ജോലി എടുത്തുകൊണ്ടിരിക്കുന്ന ഈ സ്ത്രീയുടെ കയ്യെ പിടിച്ച് ഈ മനുഷ്യൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ സ്ത്രീ അവരുടെ ചങ്കങ്ങുരുകി. പുറത്തു നോക്കുന്ന നമുക്ക് അതിനിപ്പോ ആ മനുഷ്യൻ അവരുടെ കയ്യെ പിടിച്ച് പ്രാർത്ഥിച്ചു, അത്രയേ ഉള്ളൂ. പക്ഷെ ആ സ്ത്രീക്കും ആ പ്രാർത്ഥിച്ച മനുഷ്യനും അന്നേരം ഉണ്ടാകുന്ന, അവര് രണ്ടുപേരും ചെന്ന് നിൽക്കുന്ന ഒരു പ്രത്യേക ഒരു സ്പേസ് ഇല്ലേ, ആ സ്പേസിൽ അവർക്ക് മാത്രം ലഭിക്കുന്ന ഒരു സാധനത്തിന്റെ പേരാണ് എന്ത്? വെളിപാട്. ഡസ് ഇറ്റ് മേക്ക് സെൻസ്? പക്ഷെ ആ വെളിപാടെന്നും പറഞ്ഞ് ഈ ഹമ്പേട്ടകടെ കുന്തലവന്തേ ഗ്ലോറി എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അത് വെളിപാടല്ല. മേക്കിംഗ് സെൻസ്? അതിന് ഞങ്ങളുടെ കോട്ടയത്തൊക്കെ പറയുന്ന ഒരു വാക്കാണ് ഊളത്തരം. ദൈവവുമായിട്ടുള്ള റിയലായിട്ടുള്ള ഒരു വെളിപ്പാടുണ്ടാകുന്നത് വേദപുസ്തകത്തിലുണ്ട്. അങ്ങനത്തെ സംഗതികൾ. ശമൂവേലിന്റെ അമ്മ കരഞ്ഞു പ്രാർത്ഥിച്ചപ്പം ഏലി പുരോഹിതന് പോലും തോന്നി ഇവള് കള്ളടിച്ചു വന്ന് നിൽക്കാന്ന്. അവിടെ നമ്മൾ ജഡ്ജ്മെന്റിലാവാൻ പാടില്ല, പക്ഷെ മറ്റുള്ളവരെ കളിപ്പിക്കാനും പാടില്ല. അതുകൊണ്ട് തന്നെ ഈ വ്യാഖ്യാനിക്കുക എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കണം? ദൈവവും ഇപ്പൊ മറ്റൊരു ഉദാഹരണം പറയാം. അപ്പോസ്തല പ്രവൃത്തികൾ എഴുതിയത് ആരാ? നമ്മളെല്ലാം പറയും, ഇമ്മീഡിയറ്റ്ലി പറയും ലൂക്കോസ് എന്ന് പറയും, അല്ലേ? ലൂക്കോസ് അല്ല എഴുതിയത്. ലൂക്കോസിനെ കൊണ്ട് പരിശുദ്ധാത്മാവ് എഴുതിച്ചതാണ്. അപ്പൊ പരിശുദ്ധനായ ലൂക്കോസിന്റെ തലയിൽ പരിശുദ്ധാത്മാവ് എന്താണോ എഴുതാൻ കൊടുത്തത്, ആ കൊടുത്ത സംഗതികൾ അതുപോലെ പരിശുദ്ധാത്മാവ് ഇന്നും നമ്മളോട് പറഞ്ഞു തരും, അല്ലേ? സെയിം പരിശുദ്ധാത്മാവല്ലേ അന്നും ഇന്നും സംസാരിക്കുന്നേ.
മേക്കിംഗ് സെൻസ്? യെസ്. ആ പരിശുദ്ധാത്മാവ് നമുക്ക് ഇന്നും പറഞ്ഞു തരും. ആ പരിശുദ്ധാത്മാവ് പറയുന്നത് ഇന്നും നമ്മൾ കേൾക്കും. അങ്ങനെ കേട്ട് കഴിയുമ്പോൾ നമുക്ക് അത് പറയാൻ പറ്റുന്നെങ്കിൽ അതിന്റെ പേരാണ് എന്ത്? വെളിപാട്. വ്യാഖ്യാനം. വെളിപാട് ഓൾറെഡി പരിശുദ്ധ ലൂക്കോസിന് കൊടുത്തു, അത് നമ്മൾ വായിക്കുന്നു. പക്ഷെ ലൂക്കോസിന്റെ തലയിൽ എന്താണോ അതുകൊണ്ട് പറയാൻ ആഗ്രഹിച്ചത് അത് തന്നെ മനസ്സിലാക്കുന്ന പരിപാടിയുടെ പേരാണ് വ്യാഖ്യാനം. അതുകൊണ്ടാണ് നമ്മൾ ഈ വേദപുസ്തകത്തില് ഒട്ടകം സൂചിക്കുഴയിലൂടെ എന്ന് പറയുമ്പോൾ തന്നെ അതിന്റെ റിയൽ അർത്ഥം എന്നാന്ന് നമുക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ മത്തായിയുടെ ഏവങ്കേലിയോനിൽ പരിശുദ്ധ മത്തായിയോട് പരിശുദ്ധാത്മാവ് എന്താണോ ആ സമയം പറഞ്ഞ് അത് നമുക്കും തിരിയണം. നിനക്ക് 5 ഭർത്താക്കന്മാര് ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോഴത്തേന് നമ്മൾ ഇമ്മീഡിയറ്റ്ലി വിചാരിക്കുന്ന ഈ സ്ത്രീ വേശ്യയായിരുന്ന അല്ല, അവരോട് ഭർത്താവ് എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിച്ചത് ദൈവം എന്നാണ്. നിനക്ക് എത്ര ദൈവങ്ങൾ ഉണ്ടായിരുന്നു എന്നാ ചോദ്യം. ഇത് തിരിച്ചറിയുന്ന പരിപാടിയുടെ പേരാണ് എന്ത്? വ്യാഖ്യാനം. ഒന്നാമത്തെ യൂണിറ്റ് കഴിഞ്ഞു, നമുക്ക് രണ്ടാമത്തെ യൂണിറ്റിലേക്ക് പ്രവേശിക്കാം. നിങ്ങൾ എല്ലാവരും ഓക്കെ ആണോ? അതോ ഇപ്പൊ ഇത്രയും കേട്ട് കഴിഞ്ഞപ്പോ തന്നെ എന്ത് തോന്നി? വാലല്ലാത്ത എല്ലാ ആളെല്ലാന്ന് തോന്നിയോ? ചെയ്ത മൂന്നാമത്തെ യൂണിറ്റിലെ ചില സെക്ഷനൊക്കെ, അയ്യോ, ആറാമത്തെ യൂണിറ്റിലെ അച്ഛൻ കുറെ സെക്ഷൻ ടച്ച് ചെയ്തു. അപ്പൊ അങ്ങോട്ട് കൊണ്ട് പോവാ. മനസ്സിലായില്ലേ നെൽസൺ? ഒന്നുകൂടെ പറഞ്ഞേ. അപ്പം ഞാൻ നാലാമത്തെ യൂണിറ്റ് എടുത്തു വെച്ചു, അഞ്ചാമത്തെ യൂണിറ്റ് എടുത്തു വെച്ചുകൊണ്ടിരുന്നത്. അപ്പൊ അതിന്റെ അടുത്ത യൂണിറ്റിലെ ചില സെക്ഷനൊക്കെ അച്ഛൻ ടച്ച് ചെയ്തപ്പോ ഈ പറഞ്ഞതിനിടയ്ക്ക്. 5-ാം പാഠം കഴിഞ്ഞ് 6-ാം പാഠം കഴിഞ്ഞു നെൽസൺ അതിന്റെ ഇടയ്ക്ക്. അതാ ഞാൻ പറഞ്ഞേ അതാ പറഞ്ഞ യൂണിറ്റ്. അടുത്ത ശരിയാ. ഈ പറയുന്ന സാധനമൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. യുക്തി പറഞ്ഞു കഴിഞ്ഞു. അതാ ഞാൻ പറഞ്ഞേ. യൂണിറ്റ് ഉണ്ട്. ഓക്കെ, നമുക്കിനി പിതാവാൻ ദൈവത്തിലേക്ക് പ്രവേശിക്കാം. അപ്പം നമ്മൾ ഇതിനകത്തും ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ക്രിസ്തുവിൽ വെളിപ്പെട്ട ഏകദൈവം എന്നൊക്കെ നമ്മൾ പറഞ്ഞു. ആത്മീയാനുഭവം വിദ്യാബോധമല്ല എന്നൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനിയിപ്പം ഒന്നാലോചിച്ചാണ്, ഇനി മുന്നോട്ട് പോയിക്കോ. ഓൺടോളജിക്കൽ, ഓൺ എന്ന് പറഞ്ഞൊരു ഗ്രീക്ക് വാക്കുണ്ട്. ടോ ഓൺ എന്ന് പറഞ്ഞാൽ ദ ബീയിങ് എന്ന അർത്ഥം. അപ്പൊ ഓൺടോളജി എന്ന് പറഞ്ഞാൽ ഉള്ള അവസ്ഥ, ഉണ്മ. ഈ ഇംഗ്ലീഷിൽ ബീയിങ് എന്നുള്ള വാക്ക് അതിന്റെ അർത്ഥം അറിയാമോ? എക്സിസ്റ്റിംഗ് എന്നതിന്റെ അർത്ഥം. അപ്പം ഓൺടോളജിക്കൽ ആയിട്ട് ദൈവത്തെ മനസ്സിലാക്കാൻ ശ്രമിച്ച ഒരു കൂട്ടം ആളുകളുണ്ട്. ഇപ്പം ആൻസൽം ഓഫ് കാന്റർബറി എന്ന് പറഞ്ഞ കാന്റർബറിയിലെ ഒരു ബിഷപ്പായിരുന്നു അദ്ദേഹം, ആൻസൽം. ഈ ആൻസൽം പറഞ്ഞു, നമുക്ക് എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു സംഗതിക്കും പുറത്ത് നമുക്ക് ഒന്നും ചിന്തിക്കാൻ ഒക്കുകയില്ല. അതുകൊണ്ട് ദൈവമാണ് ഏറ്റവും വലിയ എക്സിസ്റ്റൻസ് എന്ന് പറഞ്ഞു. അൾട്ടിമേറ്റ് എക്സിസ്റ്റൻസ് ഈസ് ഗാഡ്. നമ്മളത് കഴിഞ്ഞ ആഴ്ച പറഞ്ഞായിരുന്നു. ഞാനാകുന്നവൻ ഞാനാകുന്നു. അതാണ് ഈ ഓൺടോളജിക്കൽ ആയിട്ടുള്ള ദൈവത്തെ കുറിച്ചുള്ള പറയില്ല. അൾട്ടിമേറ്റ് ആയിട്ട് അങ്ങനെ മാത്രമേ ദൈവത്തെ കാണാൻ. റെനെ ഡെക്കാർട്ട് എന്ന് വിളിക്കുന്ന ഒരു ഫ്രഞ്ച് ഫിലോസഫർ, 16th സെഞ്ചുറി ജീവിച്ചിരുന്ന ഈ കണക്കൻ, അദ്ദേഹം വലിയ മാത്തമാറ്റീഷ്യൻ ആയിരുന്നു കേട്ടോ. ഈ റെനെ ഡെക്കാർട്ട് പറഞ്ഞു, ഐ തിങ്ക് ദെയർഫോർ ഐ എക്സിസ്റ്റ്. ഞാൻ ചിന്തിക്കുന്നു, അതുകൊണ്ട് ഞാൻ നിലനിൽക്കുന്നു. എന്നെനിക്ക് എന്റെ ചിന്ത നിൽക്കുന്നു, അന്ന് ഞാൻ എന്റെ നിലനിൽപ്പ് അവസാനിപ്പിക്കും. ദൈവം ചിന്തിക്കുന്നു, അതുകൊണ്ട് ദൈവമുണ്ട്. അങ്ങനെ പറഞ്ഞ ഒരു കൂട്ടം ആളുകൾ. അത് കഴിഞ്ഞ് വേറൊരു കൂട്ടർ പറഞ്ഞു, ഏതൊരു സംഗതി കോസ്മോളജിക്കൽ ആയിട്ടുള്ള കാര്യം, ഒരു ആർഗ്യുമെന്റ്. അതായത് ഏതൊരു കാര്യത്തിനും ഒരു കാരണമുണ്ട്, എല്ലാത്തിനും ഒരു കാരണമുണ്ട്, ഒരു കാര്യത്തിനൊരു കാരണം ഉണ്ടാവണം. അപ്പൊ സകലതിന്റെയും ആദ്യ കാരണം, അടിസ്ഥാന കാരണം ആരാണ്? ദൈവം. അതുകൊണ്ട് ദൈവമുണ്ട്. നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞായിരുന്നു അൺമൂവ്ഡ് മൂവർ എന്ന് പറഞ്ഞായിരുന്നു. അരിസ്റ്റോട്ടിൽ പറഞ്ഞ ഒരു സംഗതിയാണ് അൺമൂവ്ഡ് മൂവർ. അതായത് ഓർക്കുന്നുണ്ടോ? ഒരു ഉത്തോലകം എൻ്റെ കയ്യിൽ തരികയും ആ ഉത്തോലകം താങ്ങാൻ ഒരു സാധനം ഉണ്ടെങ്കിൽ ഞാൻ ഭൂമിയെ എടുത്ത് പൊക്കാം എന്ന് ആർക്കിമീഡീസ് പറഞ്ഞായിരുന്നു. സകലതിനെ മൂവ് ചെയ്യുന്ന ആളാണ് ദൈവം. അതുകൊണ്ട് ദൈവത്തിന് നിലനിൽപ്പുണ്ട് എന്നും പറഞ്ഞ് ഒരു കൂട്ടർ ആളുകൾ പറഞ്ഞു. മൂന്നാമത്തെ കൂട്ടർ പറഞ്ഞു, തോമസ് അക്വിനാസും ഒക്കെ ഈ പറഞ്ഞ ഈ കോസ്മോളജിക്കൽ ആർഗ്യുമെന്റിനകത്ത് ഉണ്ടായിരുന്ന ആളാണ്. മൂന്നാമത്തെ ഒരു കൂട്ടം ആളുകൾ പറഞ്ഞു ടെലിയോളജിക്കൽ. അതായത് ടേലോസ് എന്നുള്ള ഗ്രീക്ക് വാക്കിന്റെ അർത്ഥം ദി എൻഡ് എന്നാണ്. ടേലോസ് എന്ന് പറഞ്ഞാൽ ദി എൻഡ്. അപ്പൊ ടെലിയോളജിക്കൽ ആയിട്ടുള്ള ആർഗ്യുമെന്റ് എന്ന് പറയുന്നത് ഏതൊരു സംഗതിക്കും ഒരു ലക്ഷ്യമുണ്ട്, ആ ലക്ഷ്യത്തിൽ എത്തിച്ചേരണം. ആത്യന്തികമായ ലക്ഷ്യം ആരാണ്? ദൈവമാണ്. അതുകൊണ്ട് ദൈവമുണ്ട്. അത് കഴിഞ്ഞ് ഇമ്മാനുവൽ കാന്റ് വന്നിച്ച് പറഞ്ഞു, ഇമ്മാനുവൽ കാന്റ് ആദ്യം ദൈവം ഇല്ല എന്നൊക്കെ പറഞ്ഞായിരുന്നു. അത് കഴിഞ്ഞ് ഇമ്മാനുവൽ കാന്റ് പറഞ്ഞു, അല്ലല്ല, ദൈവം ഉണ്ട്,
ദൈവത്തെ കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് മൊറാലിറ്റിയിലേ കാണാനൊക്കെ ഉള്ളൂ. മൊറാലിറ്റി എന്ന് പറഞ്ഞാൽ ഈ നമ്മൾ ഇമ്മീഡിയറ്റ്ലി മലയാളത്തിൽ ഈ മൊറാലിറ്റി എന്ന് പറയുന്ന തന്നെ ഈ സദ് ജീവിതം എന്നൊക്കെ കയറി അതിനെ വ്യാഖ്യാനിച്ചു കളയും. അങ്ങനെയല്ല, അതിനപ്പുറത്തുണ്ട്. മോറൽ എന്ന് പറഞ്ഞാൽ നന്മ എന്ന അർത്ഥം. നന്മയിലെ ദൈവത്തെ കാണാനൊക്കെ ഉള്ളൂ. തിന്മ എവിടെയുണ്ടോ അവിടെ ദൈവമില്ല, പകരം നന്മയിൽ. അപ്പൊ നന്മയുടെ ഏറ്റവും വലിയ ഒരു 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 സ്പേസ് ഏതാണ്? അതാണ് ദൈവം. അവിടെ ദൈവത്തെ കാണാം എന്ന് ഇമ്മാനുവൽ കാന്റ് പറഞ്ഞു. ഈ ഷ്ലയർമാഖർ എന്ന് വിളിക്കുന്ന ഒരു ജർമ്മൻ വേദശാസ്ത്രജ്ഞനുണ്ടായിരുന്നു. അദ്ദേഹം ഇത് ഏകദേശം ഈ ഗതിയിൽ തന്നെ മുന്നോട്ട് പോയി. അങ്ങനെ ഒരുപാട് പേര് ദൈവത്തെ ഉണ്ടെന്നുള്ളതിന് തെളിയിക്കാൻ പല വാദങ്ങളും കൊണ്ടുവന്നു. പക്ഷെ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഈ പറഞ്ഞ വാദങ്ങളെല്ലാം എവിടെയെങ്കിലുമൊക്കെ തോറ്റു. ഭൂമിയിലെ തിന്മയെക്കുറിച്ച് പറയുമ്പോൾ തിന്മ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും സംശയമുണ്ടോ? ഭൂമിയിൽ തിന്മയുണ്ടോ? ഉണ്ട്. അതോ ഇല്ലയോ? ഉണ്ട്. ഉണ്ട്. അപ്പം നന്മയായിരിക്കുന്ന ദൈവം മാത്രം എന്ന് പറഞ്ഞു നോക്കൂ. ഈ മോറൽ ആർഗ്യുമെന്റ് ഫെയിൽ ചെയ്തു പോകുന്ന അവിടെയാണ്. എല്ലാത്തിനും ഒരു കാരണം എന്ന് പറഞ്ഞു. കാരണം ഇല്ലാത്ത കാരണം എന്ന് പറയുന്നത് ലോജിക്കലി നടക്കൂ? നടക്കത്തില്ല. അൺമൂവ്ഡ് മൂവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ലോകത്തിന്റെ അടിസ്ഥാനത്തിൽ പറ്റത്തില്ല. അവിടെയാണ് ഓർത്തഡോക്സ് തിയോളജി പറയുന്നത് ഇതൊരു മിസ്റ്ററിയാണ് എന്ന്. അതൊരു മിസ്റ്ററിയാണ്. അഭിമന്യനായ പൗലോസ് മാർ ഗ്രിഗോറിയോസ് തിരുമേനി വളരെ ശക്തമായിട്ട് അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ദൈവത്തെക്കുറിച്ചുള്ള ജ്ഞാനത്തിന്റെ പാരമ്യത്തിൽ ദൈവത്തെ പൂർണ്ണമായി അറിയാനും തെളിയിക്കാനും സാധ്യമല്ല എന്ന് വിളിക്കുന്ന ഒരു അറിവുണ്ട്. ആ അറിവിന്റെ അടുത്ത പടി തന്നെ എനിക്ക് ദൈവത്തെ തെളിയിക്കേണ്ട ആവശ്യമില്ല, തെളിയിക്കാതെ തന്നെ എനിക്ക് അവനിൽ വിശ്വസിക്കാൻ പറ്റും, ദൈവത്തിന് തെളിവ് വേണ്ട. എൻ്റെ ഒരു സുഹൃത്തുണ്ട്. അപ്പം ഒരു സ്ത്രീയാണ് കേട്ടോ. അവരോട് വർത്താനം പറയുമ്പോഴത്തേന് കുറച്ച് ദിവസം മുമ്പേ അവർക്ക് ഒരു അസുഖം വന്നു വെച്ചാൽ അപ്പം ഞങ്ങളിങ്ങനെ വർത്താനം പറഞ്ഞു, ഞങ്ങൾക്ക് പരസ്പരം കളിയാക്കും. എന്നെയും കളിയാക്കും, ഞാനും കളിയാക്കും. അങ്ങനെ അപ്പം ഞാൻ പറഞ്ഞു, അപ്പം ഞാൻ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു, നോമ്പും പ്രാർത്ഥനയൊന്നും ഒക്കുന്നില്ല, അതുകൊണ്ട് ആ രോഗം മാറാത്ത കേട്ടോ. ഉടനെ പുള്ളിക്കാരത്തിന്റെ മറുപടി, ഞാൻ ഈ കഴിഞ്ഞ ആഴ്ചയിൽ ഒരു 5000 രൂപ ഒരു ക്യാൻസർ രോഗിക്ക് കൊടുത്തായിരുന്നു കേട്ടോ. കൊടുത്തൊന്നുമല്ല, എന്നെ കളിയാക്കാൻ തിരിച്ചു പറഞ്ഞ കേട്ടോ. $5000 ഒരു ക്യാൻസർ രോഗിക്ക് കൊടുത്തായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, അതിന്റെ തലേ ആഴ്ച ഞാൻ ഒരു $10000 വേറൊരു ഒരാൾക്ക് പഠിക്കാൻ കൊടുത്തായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, എന്നിട്ട് ഈ കൊടുത്തതെന്ന് കിട്ടിയില്ലല്ലോ. എല്ലാം കഴിഞ്ഞുള്ള സീരിയസ് ആയിട്ടുള്ള ചർച്ച, ഇതെല്ലാം കഴിഞ്ഞ് സീരിയസ് ആയിട്ടുള്ള ചർച്ചയിലേക്ക് വന്നോണ്ടേ അദ്ദേഹം എന്നോട് പറഞ്ഞൊരു കാര്യം ഇതാ, ദൈവം എനിക്ക് എന്തെങ്കിലും ചെയ്യുമെന്ന് വിചാരിച്ചല്ല ഞാനിത് ചെയ്യും. കുറെ നന്മകളൊക്കെ ചെയ്യുന്ന ആളാ കേട്ടോ. അങ്ങനെ മുഴുവൻ ഒന്നും അങ്ങനെ 5000-10000 ഒന്നും എടുത്തു കൊടുക്കാൻ ഒരു നേഴ്സിനെ കൊണ്ട് സാധിക്കില്ല. നിങ്ങൾക്ക് നേഴ്സായിരിക്കുന്ന ആളുകൾക്കൊക്കെ അറിയാലോ അല്ലേ? അല്ല, അങ്ങനെ പറ്റുന്ന നേഴ്സുമാരൊക്കെ ഉണ്ട് കേട്ടോ, അതെനിക്കറിയാം. എന്നാലും അല്ലാത്തവർ എല്ലാവരെയും കൊണ്ടൊന്നും പറ്റത്തില്ല. അപ്പം ഈ പുള്ളിക്കാരത്തി ഒരു നേഴ്സാ. അപ്പൊ അതിനകത്ത് അവസാനം പറഞ്ഞ വാക്കിതാ, ദൈവം എനിക്ക് എന്തെങ്കിലും ചെയ്യുമെന്ന് വിചാരിച്ചല്ല ഞാൻ നന്മ ചെയ്യുന്നത്. എനിക്കൊന്നും ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, നാളെ രാവിലെ ഞാൻ മരിച്ചു പോയാലും ഞാൻ ഓക്കെയാ. അവിടെയാ ദൈവവിശ്വാസം. പൊങ്ങച്ചത്തിന് വേണ്ടിയിട്ടല്ല ഞാനിത് ചെയ്യുന്നതെന്ന് പറയാൻ നമുക്ക് സാധിക്കുന്നിടത്താണ് ദൈവവിശ്വാസം. ആ ദൈവത്തെക്കുറിച്ചുള്ള അറിവിൽ നമുക്ക് മനസ്സിലാകുന്നതിന് അറിവ് കൊണ്ട് ദൈവത്തെ തിരിച്ചറിയാൻ പറ്റില്ല, എങ്കിലും ദൈവം അവിടെയുണ്ട്. നെൽസൺ വീണ്ടും മുന്നോട്ട് പോകും. നമ്മളത് കഴിഞ്ഞു. 46-ാമത്തെ പേജിലാണ് ഇപ്പൊ ഞാൻ നിൽക്കുന്നത്. അവിടെയാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ ഇനി നമുക്ക് പിതാവാൻ ദൈവത്തെ ഈ പറഞ്ഞ ആ സ്ഥലത്ത് വെച്ച് അതായത് ദൈവത്തെക്കുറിച്ചുള്ള അറിവിൽ അവനെ തിരിച്ചറിയാൻ പറ്റത്തില്ല എന്നുള്ള ജ്ഞാനം വന്നിട്ട് ആ തിരിച്ചറിവില്ലാതെ ഞാൻ അതിൽ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞുള്ള ചില വ്യക്തികളെ ഒന്ന് പരിചയപ്പെട്ട് നോക്കിയാൽ, അബ്രഹാം മോനെ ബലി കഴിച്ചോളാൻ പറഞ്ഞു. പുള്ളി നേരെ കൊണ്ട് മലയുടെ മണ്ടയ്ക്ക് കയറി ബലി കഴിക്കാൻ തയ്യാറായിരിക്കുക. മോശയോട് പറഞ്ഞു, ഇത്രയും കാലം നീ നിന്നിടത്തുനിന്ന് ഇറങ്ങിക്കോളാൻ പറഞ്ഞു. ഉടനെ മോശ ഇറങ്ങി അവിടുന്ന്. 40 വർഷം നടന്നോളാൻ പറഞ്ഞു. മര്യാദയ്ക്ക് ഫറവോന്റെ കൊട്ടാരത്തിൽ അടുത്ത രാജാവാകേണ്ടിരുന്ന ഫറവോ ആകേണ്ടിരുന്ന പാർട്ടി അതേണ്ട നടക്കുക മരുഭൂമി കൂടെ. അത് 1-2 കൊല്ലമല്ല, 40 കൊല്ലം.
അത് കഴിഞ്ഞ് അല്ല 40 കൊല്ലം ഈ പറവോനോട് വഴക്കുണ്ടാക്കി 80 വയസ്സായാലും അപ്പച്ചനായി കഴിഞ്ഞപ്പോഴത്തേനാ ഇന്ന് അങ്ങോട്ട് പോയിക്കൊള്ളാൻ പറഞ്ഞു. പുള്ളിക്കാരൻ നേരെ വിട്ടു. നമ്മുടെ നാട്ടിൻ ഭാഷ പറഞ്ഞ ചവിട്ടി വിട്ടു നേരെ എങ്ങോട്ടാ? കാനാനിലോട്ട്. ഇത്തരം മണ്ടത്തരങ്ങൾ കാണിക്കുന്ന വ്യക്തികളെ അവർക്ക് ദൈവം ഉണ്ടെന്ന് അറിയാം. ഹോശിയാവയോട് പറഞ്ഞു ഒരു വേശ്യാസ്ത്രീയെ കല്യാണം കഴിക്കാൻ പറഞ്ഞു. ഹോശിയാവ് ചെയ്തു. ദൈവം ഉണ്ടെന്ന് അറിയാവുന്നതുകൊണ്ടാ ചെയ്തു. യെരമ്യാവിനോട് പറഞ്ഞു നിന്റെ അരക്കെട്ടെടുത്ത് കൊണ്ടുപോയി മണി കുഴിച്ചിടാൻ പറഞ്ഞു. കാണുന്നവർ വിചാരിക്കും ഇവന് വട്ടാന്ന് വിചാരിക്കും. ദൈവം ഉണ്ടെന്ന് നല്ല ബോധ്യം ഉണ്ടായിരുന്ന സമയത്താ ചെയ്തു. പത്രോസ് ഈ പറഞ്ഞ പോലെ കർത്താവാ നിൽക്കുന്ന കണ്ട് ചാടി എഴുന്നേറ്റ് വെള്ളത്തിലോട്ട് എടുത്ത് ചാടി കഴിഞ്ഞ പുള്ളിക്ക് ഒരു സംശയം തോന്നി. ദൈവത്തിന്റെ ആ ഒരു ഏരിയയിൽ നിന്ന് പുറത്തു പോയി. പെട്ടെന്ന് പുള്ളി മുങ്ങാൻ തുടങ്ങി. അപ്പൊ കരഞ്ഞു, അയ്യോ എന്നെ പൊക്കണേന്ന് പറഞ്ഞു. ഉടനെ കയറിക്കോളാൻ പറഞ്ഞു. കയറി. പത്രോസും വെള്ളത്തിന് മീതെ നടന്നു. മേക്കിംഗ് സെൻസ്? ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ ആ ദൈവവിശ്വാസം നമ്മൾ അനുസരണത്തിൽ കൂടെ പൂർണ്ണമാകുന്നുള്ളൂ. അപ്പൊ എന്താണ് അനുസരണം? ഒബീഡിയൻസ് ഈസ് ക്രൈസ്റ്റ് എന്ന് കേട്ടിട്ടുണ്ടോ? ഒബീഡിയൻസ് ഈസ് ക്രൈസ്റ്റ്. അനുസരണം ക്രിസ്തുവാണ് എന്ന് പറഞ്ഞാൽ അനുസരണത്തിന്റെ ഏറ്റവും മൂർത്തിമത് ഭാവമാണ് യേശുക്രിസ്തു. ആ യേശുക്രിസ്തു പിതാവാൻ ദൈവത്തെ നമുക്ക് ഭൂമിയിൽ കാണിച്ചു തന്നു. അതാണ് വെളിപാട്. അങ്ങനെയാണ് പിതാവാൻ ദൈവത്തെ മനുഷ്യൻ തിരിച്ചറിയുന്നത്. സൃഷ്ടിയിൽ കൂടെ നമ്മൾ പിതാവാൻ ദൈവത്തെ കാണുന്നു. വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള അറിവേ നമുക്ക് ഈ സൃഷ്ടിയിൽ കൂടെ നമുക്ക് കിട്ടുന്നുള്ളൂ. പക്ഷെ പിതാവാൻ ദൈവത്തെ നമ്മൾ കാണുന്നു. നിസായിലെ ഗ്രിഗോറിയോസിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞായിരുന്നു. അങ്ങനെ സൃഷ്ടിയിൽ കൂടെ ദൈവത്തെ കണ്ട് അതിൽ നിന്നും നമ്മൾ അപ്പുറത്തേക്ക് വളർന്ന് സാവധാനം നമ്മൾ ദൈവീകരണത്തിലേക്ക് എത്തിച്ചേരുന്നു. തിയോസിസ് എന്നുള്ള വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. ദൈവീകരണം. ദൈവീകരണം എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം ദൈവമാകുക എന്നല്ല, ദൈവത്തെ പോലെ. ദൈവത്തിന്റെ ചിന്തകൾ നമ്മുടെ ചിന്തകളാവുന്നു. ദൈവം കാണുന്ന പോലെ നമ്മളും കാര്യങ്ങളെ കാണുന്നു. ദൈവം പറയുന്ന പോലെ നമ്മളും കാര്യങ്ങൾ പറയുന്നു. അങ്ങനെ ദൈവത്തെ ഒരു വ്യക്തിയായി നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നു. ഞാൻ നേരത്തെ ദൈവം ഒരു വ്യക്തിയാണെന്ന് പറഞ്ഞ് ഓർക്കുന്നുണ്ടാവുമല്ലോ അല്ലെ? ദൈവത്തെ ഒരു വ്യക്തി, പിതാവാൻ ദൈവം ഒരു വ്യക്തിയാണ് എന്ന് നമ്മൾ തിരിച്ചറിയുന്നു. ഇനി അത് ഇപ്പൊ പിതാവ്, പുത്രൻ, പരിശുദ്ധ റൂഹ അങ്ങനെ ഉണ്ടെന്ന് മനസ്സിലായല്ലോ. ഈ പിതാവാൻ ദൈവത്തെ നമ്മൾ എങ്ങനെയാണ് ഇനി പിതാവെന്ന് പറഞ്ഞ് അറിയുന്നത്? അത് ഏക ദൈവമാണ്. മുസ്ലിങ്ങൾ പലപ്പോഴും നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണല്ലോ, നിങ്ങൾക്ക് 3 ദൈവങ്ങളില്ലേ? ഇല്ല. നമുക്ക് എത്ര ദൈവമുണ്ട്? ഒരു ദൈവം. പക്ഷെ പിതാവ്, പുത്രൻ, പരിശുദ്ധ റൂഹ എന്ന പേരില് 3 ആളത്തങ്ങളുണ്ട്. കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്ത്, പഞ്ചാബുകാരനാണ്, ഒരു MD ഒരു ഓർത്തോപീഡിക് സർജനാണ്. അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞാനേ ഈ ഞങ്ങളുടെ അവിടെയുള്ള അദ്ദേഹത്തിന്റെ ഭാര്യ ഒരു വൈറ്റ് ലേഡിയാ. അപ്പം അവര് ബാപ്റ്റിസ്റ്റ് പള്ളിക്ക് പോകുന്നവരാണ്. അപ്പൊ അവരുടെ കൂട്ടത്തിൽ ഇദ്ദേഹം ഇടയ്ക്ക് പള്ളിയിൽ പോകും. പള്ളിയിൽ പോയിട്ട് തിരിച്ചു വന്നിട്ട് നിങ്ങളുടെ ഈ ദൈവം എന്ന് പറയുന്നത് കുറച്ചുകൂടെ മീനിങ് ഫുൾ ആണ് ഞങ്ങൾക്ക്, ആർക്ക്? ഹിന്ദുക്കൾക്ക്. എങ്ങനെയാ? അവിടെ സൺ ഓഫ് ഗോഡ് ഉണ്ട്. ഹിന്ദുക്കൾക്ക് കുറച്ചുകൂടെ മനസ്സിലായി. സൺ ഓഫ് ഗോഡ് എന്ന് പറഞ്ഞപ്പോൾ കുറച്ചുകൂടെ പിടികിട്ടി. ഞാൻ പറഞ്ഞു, ചേട്ടാ ഈ സൺ ഓഫ് ഗോഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കുന്ന പോലെ ഇതിനെ പുള്ളിക്ക് മക്കളുണ്ടായി എന്നുള്ള അർത്ഥത്തിലല്ല ഇതിനെ കാണുന്നത്. വേറെ രീതിയില്ല. അപ്പൊ എങ്ങനെയാ അതിന്റെ വേറെ രീതി? അപ്പൊ ഞാൻ തൃത്വത്തെ കുറിച്ച് ഒരു അല്പം ഒന്ന് പുള്ളിയോട് പറയാൻ ശ്രമിച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേനും പുള്ളി, ഇങ്ങനെയൊക്കെ പറ്റുമോ? അപ്പൊ നിങ്ങൾക്ക് ശരിക്കും എനിക്ക് ഇത്രയും കാലമായിട്ട് മനസ്സിലായില്ല. തൃത്വം എന്ന് പറഞ്ഞാൽ ഒരു സാരാംശവും 3 ആളത്വവുമാണ് എന്നുള്ളത്. അത് മുഴുവനൊന്നും എനിക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റത്തില്ല. എനിക്ക് തന്നെ അറിയത്തില്ല എങ്ങനെയാ പറഞ്ഞു കൊടുക്കേണ്ടതെന്ന്. ഞാൻ അല്പം ഒന്ന് പറയാൻ ശ്രമിച്ചു. 3 ആളത്വം, ഒരു സാരാംശം. അപ്പോൾ പിതാവ് ചിന്തിക്കുന്നത് തന്നെ ആരും ചിന്തിക്കുന്നു? പുത്രൻ ചിന്തിക്കുന്നു. പിതാവും പുത്രൻ ചിന്തിക്കുന്നത് തന്നെ ആരും ചിന്തിക്കുന്നു? പരിശുദ്ധ റൂഹ ആക്ട് ചെയ്യുന്നത് തന്നെ ആര് ആക്ട് ചെയ്യുന്നതായിട്ടാണ് വരുന്നത്? പിതാവും പുത്രനും ആക്ട് ചെയ്യുന്നതായിട്ടാണ് വരുന്നത്. രക്ഷണ്യ പ്രവർത്തനം ചെയ്തപ്പോൾ പിതാവും പരിശുദ്ധ റൂഹായും പുത്രനിൽ ഉണ്ട്.
നമുക്കത് പറ്റുന്നില്ല എന്ന് കഴിഞ്ഞ ആഴ്ച പറഞ്ഞ് ഓർക്കുന്നുണ്ടാവുമല്ലോ അല്ലേ? ഒരാൾ തന്നെ ഒരു കാര്യം ഒന്ന് ചിന്തിക്കുന്നു, വേറൊന്ന് പറയുന്നു, വേറൊന്ന് പ്രവർത്തിക്കുന്നു. അതില്ലാത്ത അവസ്ഥ. അപ്പം ദൈവം ചിന്തിക്കുന്നത് നമ്മൾ ചിന്തിക്കുന്നത് ഒന്ന് തന്നെ ആയി വരുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ. ആ അവസ്ഥയുടെ പേരാണ് എന്ത്? തിയോസിസ്. Yes. ദൈവീകരണം, തെയോസിസ്. ആ തെയോസിസിലാണ് നമ്മൾ ദൈവത്തെ അടുത്ത് മനസ്സിലാക്കുന്നത്. അബ്രഹാമിന് അങ്ങനെ പറ്റി, മോശയ്ക്കത് സാധിച്ചു, ഇയ്യോബിന് അത് സാധിച്ചു, അപ്പോസ്തലന്മാർക്ക് ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം അത് സാധിച്ചു. അപ്പൊ ആ ഏക ദൈവ വിശ്വാസം നമുക്ക് വർദ്ധിക്കുക. അപ്പൊ പഴയ നിയമത്തിലെ ഏകദൈവ വിശ്വാസം എങ്ങനെയായിരുന്നു? യഹൂദന്മാരാണ് ഏകദൈവ വിശ്വാസം ആദ്യമായിട്ട് കൊണ്ടുവന്നത്. ഐ മീൻ, ഈ ഈജിപ്തിൽ ഏകദൈവ വിശ്വാസം ഉണ്ടായിരുന്നു കേട്ടോ. ഈജിപ്തില് ഏകദൈവ വിശ്വാസം ഉണ്ടായിരുന്നു. മോശയുടെ കാലത്ത് തന്നെ, കാശത്തിന് മുമ്പ് തന്നെ ഏകദൈവ വിശ്വാസം ഈജിപ്തിലുണ്ട്. അപ്പം മോശ അത് കണ്ട് മനസ്സിലാക്കിയൊക്കെ വന്നപ്പോഴത്തേനാണ് റിയൽ ആയിട്ടുള്ള ദൈവം മോശയോട് സംസാരിച്ചത്. അപ്പൊ പക്ഷെ ഈജിപ്തുകാരുടെ ഏകദൈവം എന്ന് പറയുന്നത് ആരായിരുന്നു അറിയാമോ? സൂര്യനായിരുന്നു. ഈജിപ്തുകാരുടെ ഏക ദൈവം എന്ന് പറയുന്നത് സൂര്യനായിരുന്നു. സൂര്യൻ മാത്രമുള്ള ദൈവം എന്നും പറഞ്ഞ് ഒരു ഫർവോ എല്ലാം ഒക്കെ മുന്നോട്ട് കൊണ്ടുവന്നായിരുന്നു. അവിടുന്ന് ആ മോശം കൊണ്ടുവന്ന റിയൽ ദൈവം, സൂര്യന്റെയും സൃഷ്ടാവായിരിക്കും ദൈവം ആരാന്നുള്ളത് മോശയ്ക്ക് മനസ്സിലായത്. അപ്പൊ അതേ സമയത്ത് ഇത് എത്രയൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും കൊള്ളാം, ഇസ്രായേലുകാരുടെ ദൈവം എന്ന് പറയുന്നത് ആ ലോകത്തുണ്ടായിരുന്ന മറ്റ് പല ദൈവങ്ങളിൽ പോലെ ഇസ്രായേലിന്റെ ദൈവം മാത്രമായിരുന്നു. അതുകൊണ്ടാണ് യോനയുടെ പുസ്തകത്തിൽ പറയുന്നുണ്ടല്ലോ, നിന്റെ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുക. നിന്റെ ദൈവം ആരാ? നിന്റെ ദൈവത്തിന്റെ പേരെന്നാ? യോനയുടെ ദൈവത്തിന്റെ പേരെന്നായിരുന്നു? യഹോവ. അതിലേക്ക് നമുക്ക് യഹോവ. വരാം കേട്ടോ. തൽക്കാലം നിങ്ങൾ യഹോവ എന്ന് പറഞ്ഞു, അതിലേക്ക് ഞാൻ വരാം. യഹോവ ആയിരുന്നു. കനാന്യർ ബാല് അവരുടെ ദൈവം എന്ന് പറഞ്ഞ പോലെ മോശ, ഐ മീൻ യഹോവ ദൈവം, അനേകം ദൈവങ്ങളിൽ ഒരാൾ, അങ്ങനെയായിരുന്നു ആദ്യം. അത് കഴിഞ്ഞ് ആമോസ്, ഹോശയ, ഐസയ, മീഖ, ഈ 4 പ്രവാചകന്മാരുടെ കാലം 7th century BC ആയപ്പോഴത്തേന് അവർ അല്പം കൂടെ തന്നെ ഒന്ന് കുറച്ചുകൂടെ വ്യക്തമാക്കി, യഹോവ മാത്രമേ ദൈവമുള്ളൂ, ബാക്കി ആരും ദൈവങ്ങളല്ല എന്നവർക്ക് ബോധ്യപ്പെട്ടു. ഈ റെവലേഷൻ ബെറ്റർ ആയി വരുന്നുണ്ടോ? ആദ്യം യഹോവ അനേകം ദൈവങ്ങളിൽ ഒരുവനായിരുന്നു. അത് കഴിഞ്ഞേച്ച് ഈ അനേകം ദൈവങ്ങളൊന്നും ഇല്ല, ഒറ്റ ഒരാളെ ദൈവമുള്ളൂ എന്നുള്ളൊരു റെവലേഷൻ വന്നു. അത് കഴിഞ്ഞ് പിന്നെ വന്ന ദൈവം, അതിപ്പോ ആ ദൈവം എന്താണ്? ഇസ്രായേൽക്കാരെയും മറ്റെല്ലാ ആൾക്കാരെയും ഈ ഒരു ദൈവം തന്നെ ന്യായം വിധിക്കും എന്നായി. ഇസ്രായേൽക്കാരെ വിശുദ്ധീകരിക്കുന്നത് ഈ ദൈവമാകുന്നു എന്നായി. അത് കഴിഞ്ഞിട്ട് യെരുശലേമായിരിക്കും ഏറ്റവും പ്രധാനപ്പെട്ട ആരാധനാ കേന്ദ്രം, യെരുശലേം ദേവാലയത്തിലായിരിക്കും ആ ദൈവത്തെ നമുക്ക് ആരാധിക്കാൻ ഒക്കുന്നത് എന്ന് വന്നു. നന്മ ചെയ്താൽ നിനക്ക് നന്മയുണ്ടാവുമെന്നും തിന്മ ചെയ്താൽ നിനക്ക് തിന്മ കിട്ടും, അതേ ദൈവത്തിൽ തന്നെ കിട്ടുമെന്നും അവർക്ക് ബോധ്യപ്പെട്ടു. ബാബേൽ പ്രവാസത്തിലേക്ക് വന്നപ്പോൾ അത് കുറച്ചുകൂടെ ബോധ്യപ്പെട്ടു. കഷ്ടതകളിൽ കൂടെ ഈ ദൈവം നിന്നെ ശുദ്ധി ചെയ്യുന്നു എന്ന് ഒരു ബോധ്യം വന്നു ആളുകൾക്ക്. കഷ്ടതകളിൽ കൂടെ ദൈവം നിന്നെ ശുദ്ധി ചെയ്ത് നിന്നെ ദൈവത്തെ പോലെ ആക്കുന്നു എന്നൊരു ബോധ്യം വന്നു. അപ്പൊ തന്നെ നമ്മൾ ആലോചിക്കണം കേട്ടോ. നമുക്ക് പലപ്പോഴും പല കഷ്ടതകളും വരുമ്പോൾ നമ്മൾ എന്താ മനസ്സിലാക്കണം അതിനകത്തുനിന്ന്? ദൈവം നമ്മളെ ശുദ്ധീകരിക്കുന്നു. കറക്റ്റ്. എന്ന് പറഞ്ഞ് വേറൊരുത്തനെ നീ നന്നാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിന്നെ ഉപദ്രവിക്കുന്നത് കേട്ടോ എന്ന് പറഞ്ഞ് 4 ചീത്ത വിളിക്കില്ല കേട്ടോ, അത് വേറെ വിഷയം. അല്ലെങ്കിൽ അവനെ പോയി തല്ലു, അവൻ പാര വെക്കുമെന്നും ചെയ്യാൻ പാടില്ല. ഈ പാര എന്നുള്ള വാക്ക് വലിയ രസമാണ് കേട്ടോ. സന്ദർഭവശം നിങ്ങൾക്ക് ബോറടിക്കാൻ തുടങ്ങിയോണ്ട് ഞാൻ ഒരു കൊച്ചു തമാശ പറയും. നമുക്ക് എല്ലാവർക്കും ഒക്കെ അറിയാമായിരിക്കില്ല, ഈ പാര എന്ന് പറഞ്ഞാൽ എന്തോ തേങ്ങ പൊതിക്കുന്ന ഒരു സാധനം. അപ്പൊ അതെന്നാ ചെയ്യുന്നത്? അത് ഈ തേങ്ങ എടുത്ത് അതിലോട്ട് കുത്തി കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും? ഇടത്തോട്ട് വലത്തോട്ട് ഇടത്തോട്ടും വലത്തോട്ടും ഇത് വെക്കും. അപ്പം സോളിഡ് ആയിട്ട് ഒറ്റ യൂണിറ്റ് ആയിരുന്ന സാധനം എന്തായി തീരും? സ്പ്ലിറ്റ് ആവും, ഇളകും, അതിന്റെ ഇന്റഗ്രിറ്റി നഷ്ടപ്പെടും. പാര വെക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഇപ്പൊ പിടികിട്ടിയോ? ഒരുത്തിട്ട് പാര വെച്ചേക്കാം, അവനിട്ട് പാര വെക്കാം, കാരണം അവൻ നന്നാകട്ടെ, ദൈവം അവനെ ശുദ്ധി ചെയ്യുമല്ലേ, ചെയ്യട്ടെ എന്ന് പറഞ്ഞ് പാര വെക്കരുത്. അത് ദൈവം ചെയ്തോളും. അതിനെ ശുദ്ധീകരിക്കേണ്ട എങ്ങനെയാണെന്ന് വെച്ചാൽ ദൈവം ചെയ്തോളും, നമ്മളായിട്ട് ചെയ്യരുത്. ദൈവത്തെ പോലെയാ, ഞാൻ ദൈവത്തെ പോലെ ആകുക, നിനക്ക് നീ ഒന്നിച്ചൂടെ ശുദ്ധിയാകാനുണ്ട്, അതുകൊണ്ട് നിനക്ക് ഇട്ടൊരു പണി തരാം. അങ്ങനല്ല. 2 മിനിറ്റ് കൂടെ ഉള്ളു നെൽസൺ. എങ്ങനെയാ, ഞാൻ നിർത്തണോ അതോ എനിക്ക് 4 മിനിറ്റ് എക്സ്ട്രാ തരുമോ? നേരത്തെ പോയ 4 മിനിറ്റ്
അച്ഛൻ 2 മിനിറ്റ് ഏതായാലും അതങ്ങ് എടുക്ക. എക്സ്ട്രാ തരാനുള്ള കപ്പാസിറ്റി ഒന്നും എനിക്കില്ല അച്ഛൻ. മറ്റൊരു പിടിച്ചെങ്കിൽ പിടിച്ചു, കണ്ടിന്യൂ ചെയ്യുക. ആരെ പിടിക്കാൻ പറ്റുന്നത്? മറ്റേ ക്ലാസ്സുകാരെ അവർ സ്റ്റാർട്ട് ചെയ്യാൻ പോകുമ്പോൾ ഞാൻ അവരോട് ലോഗൗട്ട് ചെയ്യണം. ഇത് കഴിഞ്ഞാലേ അവർക്ക് ലോഗിൻ ചെയ്യാൻ പറ്റൂ. അവരോട് മിണ്ടരുന്ന് പറയാം. എന്റെ കുഴപ്പമില്ല, പെട്ടെന്ന് ഞാൻ പറഞ്ഞേക്കാം. ആ. ദൈവം സകല ലോകത്തിന്റെയും സകല സംഗതികളുടെയും സൃഷ്ടാവായിരിക്കുന്ന ദൈവമാണ്. ആ ദൈവം തന്നെയാണ് മനുഷ്യജാതിയെയും ദൈവത്തെയും മനുഷ്യജാതിയെയും തമ്മിലുള്ള ബന്ധത്തിന്റെ അടിസ്ഥാനം ആ ദൈവം തന്നെയാണ്. ദൈവം തന്റെ സൃഷ്ടാവാണെന്ന് മനുഷ്യന് തിരിച്ചറിയും, മനുഷ്യൻ തന്റെ സൃഷ്ടിയാണെന്ന് ദൈവം തിരിച്ചറിയും. അങ്ങനെ മനുഷ്യനും ദൈവവും തമ്മിലൊരു ബന്ധം. ഈ ബന്ധം പരിപൂർണമായിട്ട് മനസ്സിലാകുന്നത് ആരാധനയിലാണ്. ഞാൻ ദൈവത്തിന്റെ കുറച്ച് പേരുകളൂടെ പറഞ്ഞിട്ട് ഞാൻ ഇത് അവസാനിപ്പിക്കാം. ബാക്കി കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ പറഞ്ഞതാണ്. ഈ ഒരു പാട്ടുണ്ടല്ലോ, യഹോവ ഇരേ, ദാതാവാൻ ദൈവം, തന്നെ പോലെ മറ്റാരുമില്ല. അങ്ങനെ പാട്ട് കേട്ടിട്ടില്ലേ? ഉണ്ട്. ആ പാട്ട് നിങ്ങൾ ഒന്നുകൂടെ ഒന്ന് കേട്ടു നോക്കണേ. അതിനകത്ത് ഈ പറയുന്ന ഓരോ വാക്കും ദൈവത്തിന്റെ പേരുകളാണ്. യഹോവ ഇരേ എന്ന് പറഞ്ഞാൽ തരുന്നവനായ ദൈവം. ഇനി യാഹ്വേ എന്നൊരു വാക്ക്, അങ്ങനെ ആ വാക്ക് കേട്ടോ, യാവേ, അല്ലാതെ യഹോവ എന്നല്ല വാക്ക്, യാവേ. അതെങ്ങനെ ഉണ്ടായെന്നുള്ളത് ഇന്ന് പറയാൻ പറ്റുന്നില്ല, അടുത്ത ആഴ്ച പറയാം. എൽ ഷദ്ദായ്, എല്ലാ ശക്തിമാനായിരിക്കുന്ന കർത്താവ്. എൽ എലിയോൻ, അത്യുന്നതനായിരിക്കുന്ന ദൈവം. എൽ ഹായ്, ജീവിക്കുന്നവനായ ദൈവം. യഹോവാബ്, അതായത് പിതാവായ ദൈവം, നൽകുന്നവനായ ദൈവം. ഇങ്ങനെയൊക്കെ ദൈവത്തിന്റെ പേരുകളുണ്ട്. ഈ യാവേ എന്നുള്ള വാക്ക് വന്ന് എങ്ങനെയാണെന്നോട് പെട്ടെന്ന് ഞാൻ പറയാം. സമയം പോയി. നെൽസൺ നിർത്തണം എന്നുണ്ടെങ്കിൽ നിർത്തിക്കോണേ. അച്ഛൻ പറഞ്ഞ അച്ഛനെ അങ്ങ് കൺക്ലൂഡ് ചെയ്യുക. അതായത് നമ്മൾ ഇടയ്ക്ക് വെച്ച് ഇത് റെക്കോർഡ് ചെയ്യും, സ്റ്റോപ്പ് ചെയ്യണമല്ലോ. ഓക്കെ, ഈ യാവേ എന്നുള്ള വാക്ക് എനിക്കൊന്ന് അവരെടുത്തെന്ന് തോന്നുന്നു ക്ലാസ് കേട്ടോ. എനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ, എന്നാ പിന്നെ അടുത്ത ആഴ്ച പറയാം. എല്ലാവരോടും താങ്ക് യു. ശുദ്ധമുള്ള പിതാവേ, ശുദ്ധമുള്ള തിരുനാമത്താൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. രക്ഷിതാവായ പുത്രാജവളും സ്ലീപാൻ ഞങ്ങളെ മറച്ചുകൊള്ളണമേ. ശുദ്ധമുള്ള റൂഹാശുദ്ധമുള്ള കുടിയിരുപ്പിനഭാനങ്ങളാൽ ഞങ്ങളെ ക്ഷമിക്കണമേ. ദൈവമായ കർത്താവിന്റെ നേരമൊക്കെ എല്ലാ സമയം ദൈവത്തിന്റെ ചിരം കീഴിൽ ഞങ്ങളെ മറച്ചുകൊള്ളണമേ. ആമീൻ. ഗുഡ് നൈറ്റ്. താങ്ക് യു അച്ഛാ. Thank you, അച്ഛാ. ഗുഡ് നൈറ്റ്. Good night, അച്ഛാ.